അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനമുള്ള വേദിയുടെ അധ്യക്ഷൻ, നല്ലവരായ പണ്ഡിതന്മാർ, വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, മാട്ടിൽ കുടുംബസംഗമത്തിലാണ് നമ്മളുള്ളത്. ഒരു പഠനമുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. NDE എന്നാണ് ആ പഠനം, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ തൊട്ടടുത്ത് വരെ പോയി തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ആളുകളെ കുറിച്ചുള്ള പഠനമാണ്. അതായത് അസുഖം കാരണമോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടത് കാരണമോ ഒക്കെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു അയാളിന് തിരിച്ചു വരാൻ സാധ്യത കുറവാണ്, നിങ്ങൾ എല്ലാവരോടും വിവരം അറിയിച്ചേക്കൂ, എല്ലാവരോടും വന്ന് കാണാൻ പറഞ്ഞോളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് പക്ഷെ അത്ഭുതകരമായി തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ആളുകളുണ്ട്. ആ ആളുകളെ കുറിച്ചുള്ള പഠനമാണ് NDE അല്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ പഠനത്തിൽ, അത് വിശാലമായ പഠനമാണ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നമ്മളെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ ഇവർ ചോദിച്ചു, നിങ്ങളെ മരണത്തിൻ്റെ തൊട്ടടുത്തെത്തിയ ആ നിമിഷം നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ ആ ആളുകൾ എല്ലാവരും പറഞ്ഞത്, ഞങ്ങൾ ആലോചിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചായിരുന്നു. അതായത് ഭർത്താവ് ആലോചിക്കുകയാണ്, ഭാര്യയ്ക്ക് നല്ല സ്നേഹം കൊടുക്കാൻ കഴിയാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോവുകയാണല്ലോ, ഉമ്മാനെ ഉപ്പാനെ പ്രിയപ്പെട്ടവരെ വേണ്ടത്ര കെയർ ചെയ്യാൻ കഴിയാതെ ഞാനിതാ മരണപ്പെട്ടു പോവുകയാണല്ലോ, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ സമയം ചെലവഴിക്കാതെ, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സമയം ചെലവഴിക്കാൻ കഴിയാതെ, കൂട്ടുകാരോടൊപ്പവും മറ്റ് പല രീതിയിലും സമയം ചെലവഴിച്ച് കുടുംബത്തെ സ്നേഹിക്കാതെ, പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാതെ ഞാനിതാ മരണപ്പെട്ടു പോവുകയാണല്ലോ എന്ന സങ്കടമായിരുന്നു എല്ലാവരും പങ്കുവച്ചത്. ആ കൂട്ടത്തിൽ കച്ചവടക്കാരോ ബിസിനസ്സുകാരോ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ഉദ്യോഗസ്ഥന്മാരോ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരാളും പറഞ്ഞില്ല അപ്പുറത്ത് ഒരു മാള് കൂടെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ഷോപ്പും കൂടെ തുടങ്ങിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ MBA ഒരു സെമസ്റ്ററും കൂടെ ബാക്കിയുള്ള ആ സെമ്മും കൂടെ കഴിഞ്ഞിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നാരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പറമ്പിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നാരും പറഞ്ഞിട്ടില്ല. പറഞ്ഞവരൊക്കെ പറഞ്ഞത്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കാൻ കഴിയാതെ ഞാൻ മരണപ്പെട്ടു പോവുകയാണല്ലോ എന്ന സങ്കടമായിരുന്നു ആ ആളുകൾ എല്ലാവരും പറഞ്ഞിരുന്നത്. കേരളക്കാർക്ക് പൊതുവെ മൊത്തത്തിൽ ഒരു നിലപാടുണ്ട്, ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ മാത്രം അതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കുക. ഇപ്പം ഞാൻ വിദേശത്ത് ധാരാളം യാത്ര ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് യാത്ര ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലും പല വിഷയങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും ചെല്ലുന്ന സമയത്ത് പുരുഷന്മാരായ ആളുകൾ അവർ സങ്കടത്തോടെ പറയും, സാറേ വാപ്പ മരിച്ചുപോയി, വല്ലാത്ത സങ്കടമാണ്, വാപ്പ മരിച്ചിട്ട് ചില ആളുകൾക്ക് ലീവിന് വരാൻ പോലും കഴിയില്ല, വാപ്പ മരിച്ച മയ്യത്തൊക്കെ എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഓരോ ഗൾഫിൽ നിന്നുള്ള ഒരാൾ വരാൻ വേണ്ടി മയ്യത്ത് കുറേ വെക്കുന്നത് നല്ല കാര്യമല്ല. അത് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നമുക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, ഒരു വല്യപ്പ അല്ലെങ്കിൽ വാപ്പ മരിച്ചാൽ മോന് വരാൻ വേണ്ടിയിട്ട് അത് വരെ ചിലപ്പോൾ തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടാവാം, ചിലപ്പോൾ അങ്ങനെ വന്നു പോയവരും പോകാത്തവരൊക്കെ ഉണ്ടാവും. ഏതായാലും മയ്യത്ത് കാണാനൊരു പ്രത്യേകം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇയാൾ വന്നിട്ട് ആ മയ്യത്തിന് ആഖിറത്തിൻ്റെ പ്രത്യേക ഒരു ഫലം അവിടെ കിട്ടാനില്ല. അതുകൊണ്ട് മയ്യത്തിന് ഏറ്റവും നല്ലത് വേഗം കൊണ്ടുപോകാം. അത് ആ കുടുംബത്തിലുള്ള കുറച്ചൊരു വിവരമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരത് കൃത്യമായി പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു വന്നത്, എന്നിട്ട് ഈ മക്കൾ പലപ്പോഴും പറയും, സാറേ ഞങ്ങളുടെ പാപ്പ ചെറിയ പ്രായത്തിൽ പാടത്തും പറമ്പിലും കടയിലും അവിടെ ഗൾഫിലാണെങ്കിലും ബഗാലയിലും ഈ ബൂഫിയയിലൊക്കെ ജോലി ചെയ്ത് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഉണ്ടാക്കിയതാണ്. പക്ഷെ തിരിച്ചൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള, ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു സമ്പത്തൊക്കെ എത്തുന്ന പ്രായമായപ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ ഞങ്ങളുടെ മരിച്ചുപോയി സാറേ, വല്ലാത്തൊരു സങ്കടമാണ്. എന്നിട്ട് ചില ആൾക്കാർ പറയും, ഇത്ര പെട്ടെന്ന് വാപ്പ മരിച്ചു പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര വയസ്സ്? 79 വയസ്സുള്ള ആ വാപ്പ, അതിന് പെട്ടെന്ന് എങ്ങനെ പറയാ? ആ സംഭവം അതല്ല, പെട്ടെന്നായതല്ല അത്. 79 പറഞ്ഞാൽ പെട്ടെന്നാണോ? പറയും അങ്ങനെ 79 പറഞ്ഞാൽ പെട്ടെന്നാണോ? ആണോ? ഉമ്മത്തിന്റെ ആയുസ് എത്രയാ പറഞ്ഞതെന്നറിയോ? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 എന്നാണ്. 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് ഉമ്മത്തിന്റെ ആയത്ത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് 70 കഴിഞ്ഞ് 9 ബോണസും കിട്ടിയിട്ട് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് വാപ്പ മരിച്ചു എന്ന് വിചാരിച്ചില്ല. അത് പെട്ടെന്നിൻ്റെ വിഷയമല്ല. എന്താ സംഭവം? ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ, ബാപ്പാക്ക് വേണ്ടി ഞാൻ ചിലതൊക്കെ ചെയ്യണമായിരുന്നു, ബാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി സമയം മാറ്റി വെക്കണമായിരുന്നു എന്ന ചിന്തയിൽ പരാജയപ്പെട്ടതാണ് കാരണം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം ചില ആൾക്കാർ എന്നോട് ചോദിക്കും, അല്ല സാറേ ഈ ഫ്രണ്ട്സ് തമ്മിൽ തെറ്റാറൊക്കെ ഉണ്ട്, എന്നാലും ഭാര്യ ഭർത്താക്കന്മാരെ അപേക്ഷിച്ചത് കുറവാണല്ലോ, എന്താ കാരണം? കാരണം 45 കൊല്ലമായിട്ട് ഫ്രണ്ടാണ് അല്ലെങ്കിൽ 25 കൊല്ലമായിട്ട് സുഹൃത്താണ്, അവർ തമ്മിൽ തെറ്റുന്നില്ല.
ഭാര്യയും ഭർത്താവും തമ്മിൽ ആവറേജ് ഒരു മാസത്തിൽ 2-3 അടിയൊക്കെ ഉണ്ടാവും. അടി പറഞ്ഞാൽ വലിയ അടി കുത്ത് അതല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സൗന്ദര്യ പിണക്കങ്ങൾ അങ്ങനെയുള്ള ഒരു മാസത്തിൽ ഒരു 2-3 ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെ കാരണം എന്താ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലപ്പോഴും കണ്ട് ഒരു ചായ പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ച് പിരിഞ്ഞാൽ മതി. കൂടെ കിടക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള എല്ലാ തനി സ്വഭാവങ്ങളും പുറത്തേക്ക് വരിക. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഞങ്ങൾ മര്യാദക്കും തോണ്ടി എൻ്റെ തനി സ്വഭാവം കണ്ടിട്ടില്ല അല്ലേ. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ തനി സ്വഭാവം നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ ഈ നല്ല രീതിയിൽ കാണിക്കുന്നതെല്ലാം അഭിനയമാകുന്നു, ഇതൊന്നും ഒറിജിനലല്ല, ഇത് തനി നിറം വേറെ വരാനുണ്ട് എന്ന് എൻ്റെ ന്യൂനത ഞാൻ തന്നെ പരസ്യമായി അറിയാതെ അല്ലേ, സത്യല്ലേ, സമ്മതിച്ചു പോയതാണത്. അപ്പോൾ ഇതൊന്നും ഒറിജിനലല്ല, ഇതൊരു അഭിനയമാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. ഒരു കാര്യം നഷ്ടപ്പെട്ടാലാണ് അതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കുക. അതായത് ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒരു സ്കൂളിൻ്റെ ബസ് ആക്സിഡൻ്റ് ആയാൽ കേരളത്തിൽ അടുത്ത 2 മാസം മുഴുവനും എല്ലാ സ്കൂളിൻ്റെയും ബസ്സിൻ്റെ ഡ്രൈവർമാരുടെ വയസ്സും ബസ്സിൻ്റെ അതിൻ്റെ ഒരു ഹെൽത്തൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വരും. എവിടെയെങ്കിലും ഒരു ബോട്ട് മുങ്ങിയാൽ കേരളത്തിൽ 2 മാസം മൊത്തം ബോട്ടിൻ്റെ പരിശോധന ആയിരിക്കും. അങ്ങനെ ഒരു നിലപാടാണ് നമുക്ക്. അത് കുടുംബത്തിലുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഉമ്മ മരിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ മരിക്കണം. ഉമ്മ മരിച്ച് രാവിലെ മരിച്ച് 5 മണിക്ക് മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഖബറടക്കി എല്ലാം കഴിഞ്ഞ് മീസാങ്കല്ലിൽ വെച്ച് തിരിച്ചു വന്ന് അതുവരെ എങ്ങനെയൊക്കെയോ ഈ മക്കളൊക്കെ എങ്ങനെയോ പിടിച്ചു വന്നിട്ടുണ്ടാവും. എങ്ങനെയൊക്കെയോ അവിടെ ആളുകളൊക്കെ വന്നു, എല്ലാവരും വരുമല്ലോ ഉമ്മ മരിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും നമ്മളോട് പറയുന്നൊരു കാര്യം, എന്നാലും ഉമ്മ അങ്ങനെയാണ് മരിച്ചു പോകുമെന്ന് വിചാരിച്ചില്ല. പിന്നെ എങ്ങനെ മരിച്ചു പോകുന്ന വിചാരിച്ചിരുന്നത്? മരണം നമുക്ക് പ്രത്യേക 2 ആഴ്ച മുമ്പ് ഒരു ഡേറ്റൊക്കെ തന്ന് അപ്പോയിൻമെൻറ്റ് എസ്രായിലുമായിട്ട് യുവർ അപ്പോയിൻമെൻറ്റ് വിത്ത് എസ്രായിൽ ഫൈനൽ അപ്പോയിൻമെൻറ്റ്, അങ്ങനെ അപ്പോയിൻമെൻറ്റ് സിസ്റ്റം ഒന്നും മരണത്തിൻ്റെ കാര്യത്തിലില്ല. അതൊക്കെ മഹാന്മാരുടെ ലോകത്തുണ്ടായിരുന്നു. അവർ ഡേറ്റൊക്കെ, അത് ഇപ്പോഴുള്ള ആൾക്കാരുണ്ട്, ഡേറ്റൊക്കെ പറഞ്ഞ് കറക്റ്റ് ഞായറാഴ്ച വൈകുന്നേരം വന്നാൽ മതി നിങ്ങൾക്ക് കാണാം, അവസാനത്തെ കാഴ്ചയായിരിക്കുന്നതൊക്കെ പറഞ്ഞ് മരണപ്പെട്ടു പോയ ആളുകൾ അടുത്ത കാലത്ത് വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഇനിയും ഉണ്ടായേക്കാം, ആ ലോകം പറയാണ്. പക്ഷേ കുടുംബത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എൻ്റെ ചോദ്യം ഇതാണ്, എന്നിട്ട് ആ ഉമ്മ മരണപ്പെട്ട് ആ ഉമ്മാനെ അവിടെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് ഖബറടക്കി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ആ ഉമ്മ കിടന്നിരുന്ന റൂമിലേക്ക് മെല്ലെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ ഒരു ശൂന്യത കാണും. ഇനി ഉമ്മ ആ റൂമിൽ ഉണ്ടാവില്ല. ഇന്നലെ വരെ ഒരു ഉമ്മ അവിടെ ഖുർആൻ ഓതിയിട്ടുണ്ടാവും. ഇന്നലെ വരെ ഉമ്മ അവിടെ നിസ്കരിച്ചിരുന്ന നിസ്കാരക്കുപ്പായം അവിടെ മെല്ലെ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഉമ്മാൻ്റെ ഫോൺ ആരോ സ്വിച്ച് ഓഫ് ആക്കി അവിടെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടാവും. ഉമ്മാൻ്റെ ആ ഫോണിൽ നിന്ന് ഇനി മക്കൾ ആരും വിളിക്കൂല, ഉമ്മ വിളിക്കൂല. ഉമ്മ നിസ്കരിക്കുന്നത് ആ റൂമിൽ ഇനി കാണൂല. ഉമ്മാൻ്റെ ഗന്ധം, ഉമ്മാൻ്റെ സുഗന്ധം, ഉമ്മാൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന, ക്ഷീണമാണെങ്കിലും അസുഖമാണെങ്കിലും പ്രയാസമാണെങ്കിലും ഒക്കെ ആ റൂമിൽ ആ വീട്ടിൽ ഉമ്മ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. ആ നിറഞ്ഞു നിന്ന ഉമ്മ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രം ഇനി ഒരിക്കലും ആ റൂമിലേക്ക് തിരിച്ചു വരില്ല. ഇത് ആലോചിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് സങ്കടം വരും. അങ്ങനെ സങ്കടം വന്ന് ഇങ്ങനെ കരച്ചിലായി, പൊട്ടിക്കരച്ചിലായി, തേങ്ങിക്കരച്ചിലായി, ആരും കാണാതെ കരച്ചിലായി. എന്നിട്ട് ഇങ്ങനെ പറയും, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറയുന്നത്, എന്നാലും ഞങ്ങൾ ഉമ്മാനെ വേണ്ടത്ര സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. എൻ്റെ ചോദ്യം ഇതാണ്, ഒരാൾ മരിക്കാൻ കാത്തിരിക്കുന്നത് എന്തിനാണ് അയാളോടുള്ള സ്നേഹം പറയുന്നത്? അയാളോടുള്ള സ്നേഹം പറയാൻ അയാൾ മരിക്കാൻ കാത്തിരിക്കണോ പറ. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം ജീവിച്ചിരിക്കുന്ന ആളുകളെ സ്നേഹിക്കാനും അവരുടെ സ്നേഹം തിരിച്ചറിയാനും കഴിയാതെ പോകരുത്. ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞുതരാം. അതെന്താ? നമ്മളാരും മാസൂമിങ്ങളല്ല, നമ്മളാരും പ്രവാചകന്മാരൊന്നും അല്ലല്ലോ. നമ്മൾ മാസൂമിങ്ങളല്ല. മാസൂമിങ്ങൾ പറഞ്ഞാൽ കംപ്ലീറ്റ് പേഴ്സൺസ് അല്ല. ഈ ലോകത്ത് കംപ്ലീറ്റ് പേഴ്സൺ ഒറ്റ ആളേ ഉള്ളൂ, ഇൻസാനുൻ കാമിൽ, ദ പെർഫെക്റ്റ് പേഴ്സൺ. അത് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കൾ പോലും ആ അർത്ഥത്തിൽ കംപ്ലീറ്റ് അല്ല. അവർ അള്ളാഹു അത് ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദറജ ഒരു ടോപ്പിൽ നിലനിർത്താൻ വേണ്ടി അള്ളാഹു എടുത്ത ഒരു ഹിക്മത്താണ് എന്നാണ് ഇമാമിങ്ങളുടെ വിശദീകരണം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഞാനും നിങ്ങളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ ഭാര്യ നമ്മളെല്ലാവരും പരിപൂർണരല്ല. നമുക്ക് നമ്മുടേതായ വീക്ക്നെസ് ഉണ്ടാവും. ഈ വീക്ക്നെസ് മാത്രം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അലൈൻമെൻറ്റ് ക്ലിയർ ആക്കാൻ കഴിയില്ല. വീക്ക്നെസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നല്ല ഒരു ബന്ധം ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇതിൽ പൂർണ്ണരായ ആളുകളുണ്ടെങ്കിൽ കൈ പൂർണ്ണരുണ്ടോ? ഇതിൽ ഉണ്ടോ? പൂർണ്ണരായ ഉണ്ടോ? പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ടോ പൂർണ്ണരായ ആൾക്കാർ? എല്ലാം തികഞ്ഞ ഒരു തെറ്റുമില്ലാത്ത ഫുൾ പോസിറ്റീവ് മാത്രമുള്ള ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ കൈപോക്ക്. എനിക്ക് ദ്വാരപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാട്ടിൽ കുടുംബത്തിലുണ്ടെങ്കിലോ സഹോദരങ്ങൾ, അങ്ങനെ എൻ്റെ കുടുംബത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ അങ്ങനെ ഉണ്ടാവില്ല എന്ന്. കാരണം നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാരാ. അനങ്ങിയാ ദേഷ്യം പിടിക്കുന്ന, അനങ്ങിയാ ചീത്ത പറയുന്ന, പിന്നെ ചിലപ്പം എല്ലാം വന്നിട്ട് സാരമില്ല ഞാൻ അറിയാതെ പറഞ്ഞതൊക്കെ പറയൂ, സോറിയൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള നിസ്സാരന്മാരായ ആളുകളാണ് നമ്മൾ. ഇവിടെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ബന്ധങ്ങൾ തകരാൻ കാരണം, കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ തകരാൻ കാരണം ഒന്ന്, ഇതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നില്ല.
എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെ, ബാപ്പ ഉണ്ടാകുമ്പോൾ ബാപ്പാനെ ഒന്ന് ചേർത്ത് പിടിക്കാനും ഉമ്മ ഉണ്ടാകുമ്പോൾ ഉമ്മാനെ ഒന്ന് ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയുന്നില്ല. മക്കളുടെ കൂടെ കളിയും ചെറിയും തമാശയുമായിട്ട് സമയം ചെലവഴിക്കാനും നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ആകെ കെട്ടിപ്പിടിക്കലെപ്പോഴാണെന്നറിയോ? ഉംറക്ക് പോകുമ്പോൾ കെട്ടിപ്പിടിക്കൽ പ്രത്യേകം തോറുന്നതാണോ എനിക്കറിയില്ല, പ്രത്യേക പ്രതിഫലമുള്ള കാര്യമാണ്. ഉംറക്ക് പോകുമ്പോൾ കെട്ടിപ്പിടിക്കണം, സുന്നത്ത് അങ്ങണ്ടോ? അതില്ലാതെ പറയും. നമ്മളെ ജീവിതത്തിൽ അത് ഉമ്മയായിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, മുത്താപ്പായിക്കോട്ടെ, ആരായിക്കോട്ടെ, ആകെ കെട്ടിപ്പിടിക്കൽ ഈ ഉംറക്ക് പോകുമ്പോൾ. അപ്പോഴാണ് ഇത് പ്രത്യേകത അല്ലാതെ ഉസ്താദ് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ അകന്നു പോയി നിങ്ങൾ ആ വിഷയത്തിലൊക്കെ എന്തുകൊണ്ട് അറബ്സിനെയും അതേപോലെ തന്നെ ഉത്തരേന്ത്യൻ ബെൽറ്റിലുള്ള ആളുകളൊക്കെ മാതൃകയാക്കണം തോന്നുന്നു. ആ ആളുകളൊക്കെ ആ വിഷയത്തിൽ കുറച്ചുകൂടെ ഒക്കെ ഫോർവേഡ്. അവർ ഭയങ്കര കെട്ടിപ്പിടുത്തം, ഓരോ നാട്ടുകാർക്ക് ഓരോ മോഡൽ കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ട്. ഞാനൊരു കാശ്മീരിൽ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു സ്കൂളിൽ ചെന്ന സമയത്ത് അവിടെ ഒരു കാശ്മീരികൾക്ക് ഭയങ്കര ആരോഗ്യമാണ്, നമ്മളെ മതിയല്ല. അവിടെ പീർപ്പാഞ്ചാലം എന്നിട്ട് വലിയൊരു മല ഉണ്ട്, അതിൻ്റെ മുകളിലേക്കൊക്കെ നമ്മൾ നടന്നു കയറാൻ തന്നെ പ്രയാസപ്പെടും. ഇവർ വലിയ ലോഡൊക്കെ, നമ്മുടെ ലോഡ് ഉണ്ടാവില്ല, നമ്മുടെ ലോഡ് മുഴുവൻ കൈ പിടിച്ചിട്ട് അവരുടെ ലോഡും കൈ പിടിച്ചിട്ട് ഉഷാറായിട്ട് പോകും. എന്നിട്ട് നമ്മൾ കുറേ ബാക്കിലായിരിക്കും, അത്ര കപ്പാസിറ്റി ഇവർ. അപ്പോൾ ഈ കാശ്മീരിൽ ചെന്ന സമയത്ത് ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ എന്നെ വെൽക്കം ചെയ്തതാ, കൈയൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു കെട്ടിപ്പിടുത്തോ, ആ കെട്ടിപ്പിടുത്തത്തിൽ അന്തരാത്മാവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഒന്ന് ഇവിടെ കെട്ടിപ്പിടിക്കും, ഒന്ന് പിടിക്കും, പിന്നെ ഇവിടെ 3 തവണ ആക്കൂലേ. ഒന്നാമത്തെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പകുതി ജീവനെ ഞാൻ പറഞ്ഞ് ബൈസാബ് കാഫി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കിട്ടുന്ന ഉറുത്തൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് വേദിയിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ തൊടലും തലോടലും തൊട്ട് തലോടിയിട്ടുള്ള സ്നേഹത്തോടെയുള്ള ബന്ധങ്ങളും കുറവാണെന്ന്. ഈ കുടുംബത്തിൽ ബാപ്പയും മക്കളും അല്ലെങ്കിൽ ഉമ്മയും മക്കളും അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിലും ആ തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ കുറവാണ്. അത് കുറേ കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഡിവൈസുകളാണ്. അത് പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ നാട്ടിൽ കുടുംബസംഘം ഇവിടെ കൂടിയതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഡിവൈസുകൾ, കുടുംബങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഡിവൈസുകൾ മാറ്റിവെക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അവിടെ സ്നേഹത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല. ഇത് ഞാൻ ഈ പറഞ്ഞ മാറ്റർ പറയുമ്പോൾ പ്രായമുള്ളവർക്ക് വല്ല സന്തോഷവും പ്രായം കുറഞ്ഞവർക്ക് ഇയാൾ തുടങ്ങി എന്നുള്ള ഇയാളെ തന്ത വൈബാണ് എന്നുള്ള ഒരു പരാമർശവും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാവപ്പെട്ട ഒരാളാണ്. 15 വർഷമായി, 2010 അവസാനം മുതൽ ഈ 2024 വരെ 15 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കൗൺസിലിംഗ് കേസുകൾ കാണുന്ന ഒരു പാവപ്പെട്ട ഒരു കൗൺസിലറാണ്. ആ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു പഠനത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? സ്ക്രീൻ ടൈമിനെ കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നത്, ഒരു വ്യക്തി ആ യുവാക്കളെക്കുറിച്ചും വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള പഠനത്തിലാണത് പറയുന്നത്. യുവാക്കൾ മാത്രമല്ല, കുറേ ആൾക്കാർ അതിൽ പെട്ടുപോയിട്ടുണ്ട്, പ്രായമുള്ളവരും പെട്ടുപോയിട്ടുണ്ട്. എന്താ സംഭവം? ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ 50% സ്ക്രീൻ ടൈമാണ്. സ്ക്രീനിൽ അത് ടി വി ആയിരിക്കാം, മൊബൈലായിരിക്കാം, ലാപ്ടോപ്പായിരിക്കാം, പാംടോപ്പായിരിക്കാം, ടാബായിരിക്കാം, പലതും ആയിരിക്കാം. സ്ക്രീൻ ടൈം 50% വിട്ടുകടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മുടെ കുട്ടികളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. നമ്മളെന്താണെന്നറിയാം, ഒരു പ്രശ്നം വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരായി മാറിയിട്ട് ഒരു കാര്യമില്ല. ചില കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ പോകണം. ഇപ്പോൾ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഈ പുതിയ തലമുറയിൽ എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു കേസാണ് പ്രണയം. വളരെ നല്ലൊരു കാര്യം, എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രണയിക്കുന്നവരെ നല്ല ഇഷ്ടമാണ്. കാരണം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യൻ്റെ നല്ല വികാരമാണ്. മദീനത്തെ മുഹമ്മദ് നബിയെ ആണെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ മാതാപിതാക്കളെ ആണെങ്കിൽ, ഗുരുനാഥന്മാരെ ആണെങ്കിൽ, ഏട്ടനൊക്കെ നേരത്തെ ഇവിടെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ബന്ധങ്ങളിലൊക്കെയുള്ള നല്ല ബന്ധങ്ങളാണ് ഓക്കെ. അല്ലാത്തതിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. അതാണ് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? ഇപ്പം ഞാൻ നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഉസ്താദുമാരോ അല്ലെങ്കിൽ അധ്യാപകന്മാരോ ആയിട്ടുള്ള ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ വേദികളിൽ വന്നിട്ട് നിങ്ങളിത് ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല എന്ന് പറയും. ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ ഇച്ചിരി കൂടെ ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കണം, പണ്ടത്തെ കാര്യങ്ങളൊന്നും പറയണ്ട എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെടുത്ത് ഓടിക്കൊണ്ടുവരികയും ചെയ്യും. എന്താ സംഭവം എന്നറിയോ? ഒറ്റ ഉദാഹരണം പറയാം. ഇൻസ്റ്റഗ്രാം. ഞാൻ ക്ലാസ്സുകളിൽ മുഴുവനും ഞാൻ പറയും, മാതാപിതാക്കളോട് പറയും, എന്തെന്നറിയോ? മാതാപിതാക്കളെ ദയവ് ചെയ്ത് നിങ്ങളെ മക്കളോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ, എന്തുകൊണ്ട് പെൺകുട്ടികളെ കുറേ വിശദീകരിക്കാൻ ചിലപ്പോൾ അതേ കിടക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറയും, കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പ് പെൺകുട്ടികൾ ദയവായി ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കേണ്ട, നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ പറയാം എന്താ പ്രശ്നം, അങ്ങനെ പ്രശ്നം, പുതിയ കാലമല്ലേ എന്നൊക്കെ പറയും. ഇതേ ആളുകളുടെ 2 ആഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ മോള് പ്രണയത്തിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയും ചെയ്യും.
എത്ര അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം തരാം, അതിൻ്റെ മറുഭാഗം കൂടെ ഞാൻ പറയാം, അപ്പോൾ വ്യക്തമാവുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 മാതാപിതാക്കൾ പെട്ട ഒരാൾ പറയാണ്, എൻ്റെ മോള് പിന്നെ 10ാം ക്ലാസ് പഠിക്കുകയാണ് അല്ലെങ്കിൽ +2 പഠിക്കുകയാണ്, അവൾ ഇനിയിപ്പോൾ കുറച്ച് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, നല്ല കാര്യം, എന്തൊരു നല്ല നിലപാട്, അതൊക്കെ ഫണ്ടാസ്റ്റിക് അല്ലേ, ഫണ്ടാസ്റ്റിക് ആണ്. പക്ഷെ ഒരു കാര്യം കൊണ്ടുണ്ട്, എന്താണെന്നറിയോ, ആ മോള് നാളെ ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയാലും പറയാൻ വരാൻ പാടില്ല. അതെന്താ, ഇതിലൂടെ ഉണ്ടായതാണത്. അത് ഞാൻ ഇങ്ങനെ കുറച്ച് പറയും, ഞാൻ ഈ വിഷയം കുറച്ച് സ്ട്രോങ് ആവും അറിയാതെ. കാരണം എന്താണെന്നറിയോ, 100 കണക്കിന് ഉമ്മമാരുടെ, ഉപ്പമാരുടെ, അച്ഛന്മാരുടെ, അമ്മമാരുടെ കണ്ണുനീര് കണ്ടിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ ഊഹിച്ച് കഥ ഉണ്ടാക്കി പറയുന്ന ആളല്ല. കാരണം ഒരു മാസത്തിന് 100 കേസ് എൻ്റെ അടുത്ത് വരും. ഞാൻ ഇപ്പോൾ പരമാവധി കൗൺസിലിംഗ് കുറക്കുന്ന ഒരാളാണ്, വേറെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട്. അത്രയും ഉമ്മമാരുടെ, അമ്മമാർ കരഞ്ഞ് അവരുടെ സങ്കടം കണ്ട് ഇന്നലെയും വന്നിട്ടുണ്ട്. ഒരു നാട്ടിൽ, ആ നാട്ടിലെ രാഷ്ട്രീയത്തിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഒരു വിഭാഗം, ആ നാട്ടിലെ പൊതുപ്രവർത്തനത്തിലൊക്കെ ഒരുപാട് ചെയ്യുന്ന അവരുടെ കുട്ടി വേറെ ഒരു മതസ്ഥനുമായിട്ട് വലിയ പ്രോബ്ലത്തിൽപ്പെട്ടിട്ട് അവർ സങ്കടത്തിലാണ്. അള്ളാഹു അത് റെഡിയാക്കി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരത്തിലുള്ള 100 കണക്കിന് കേസുകൾ കണ്ടതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ, ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നന്നായി ഇതിൻ്റെ ഗൗരവം സംസാരിക്കുന്നത്. നമ്മുടെ കുട്ടി ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. നമ്മുടെ വളർന്നു വരുന്ന ഇതിൻ്റെ പക്വതയിലെത്താത്ത പ്രായമുള്ള 13, 14, 15, 16, 17, 18 വയസ്സുള്ള പെൺകുട്ടികളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. സ്ത്രീകൾ ഇത് ഉപയോഗിക്കാനേ പാടില്ല എന്നല്ല, പക്വതയില്ലാത്തൊരു പ്രായം ഉണ്ടല്ലോ നമ്മുടെ കുട്ടികൾക്ക്, അവർക്ക് ഞങ്ങളെല്ലാമായി എന്ന് തോന്നുകയും എന്നാൽ നമുക്ക് അങ്ങനെ തോന്നാതിരിക്കുകയും ചെയ്യുന്നൊരു പ്രായമുണ്ട്. ഈ പ്രായത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം മാത്രം പറയാൻ എന്താ കാരണം, പുതിയ കാലത്ത് പ്രണയക്കേസുകളുമായിട്ട് വരുന്ന കേസുകളിൽ 90-95% നമ്മുടെ അടുത്തൊക്കെ വരുന്ന കേസുകൾ ഇൻസ്റ്റഗ്രാം പ്രണയങ്ങളാണ്. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം സംസാരിച്ചു എന്നാണ് ഞാൻ കേട്ടത്, അല്ലേ, ആ ഭാഗങ്ങൾ സംസാരിച്ചെന്ന് കുറിച്ചല്ലേ. അപ്പോൾ ആ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ചങ്ങാതിൻ്റെ കൾച്ചർ എന്താണ്, ഇവൻ കള്ളുകുടിയനാണോ, ഇവൻ പെണ്ണുപിടിയനാണോ, ഇവൻ മയക്കുമരുന്നിന് അഡിക്റ്റ് ആണോ, ഇവൻ്റെ സ്വഭാവം എന്താണ്, പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയിട്ട് സ്വർണം കവരുന്നവനാണോ, അല്ലെങ്കിൽ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി പ്രണയിക്കുന്ന, ഇതൊന്നും അറിയില്ല. ജസ്റ്റ് ഒരു ഹായ് വന്നു, ഒരു ഹായ് അങ്ങോട്ടടിച്ചു, ഒരു ഹായ് ഇങ്ങോട്ടടിച്ചു, 4 ഹായ് ആയി. പിന്നെ ഉമ്മാനെ കാണാതെ ഉമ്മാൻ്റെ ഫോണിൽ ചാറ്റിംഗ് ആയി. അവസാനത്ത് കുടുങ്ങൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ കല്യാണത്തിന് 19, 20, 22 വയസ്സായിട്ട് കല്യാണപ്രായമാകുമ്പോൾ കല്യാണം ബാപ്പ നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി പഠിച്ചിട്ട് മതി എന്ന് പറയും. ബാപ്പ വിചാരിക്കും പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് എന്നാൽ പഠിച്ചോട്ടെ, അങ്ങനെ PG കഴിയും. 23, 24 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം എനിക്ക് ആയിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഇവളുടെ കൂടെ പഠിച്ച പയ്യന് ജോലി ആയിട്ടില്ല, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണത്. അവസാനം ഈ പ്രശ്നം നമ്മുടെ മനസ്സിലാകുന്ന സമയത്ത് പിന്നെ നമ്മൾ എതിർക്കാൻ നോക്കും, നടക്കില്ല. ഒന്നുകിൽ വാശി പിടിച്ച പ്രോബ്ലമാകും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് നടത്തി കൊടുക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നാളെ മറ്റന്നാൾ നിങ്ങൾക്കും നിങ്ങളുടെ മക്കളിലും ഇത് സംഭവിച്ചേക്കാം. ഇങ്ങോട്ട് നോക്കാം അല്ലേ, അതെന്താ പറയുക, ചിലപ്പോൾ ഇടയ്ക്ക് ഇനിയും അതിഥികളൊക്കെ വരും, അവർ വന്നോളും, നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ അവർ വന്നോളും. നമ്മൾ ക്ലാസ്സിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടാവില്ല, ആ സമയത്ത് നോക്കാം ആരൊക്കെ വന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത്ര അർജൻറ്റ് നോക്കാനുണ്ടെങ്കിൽ ഒന്ന് പറയും, സാറേ ഒന്ന് നോക്കട്ടെ, അപ്പോൾ ഞാനും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് അയാളോട് ഇരുത്തിയിട്ട് ബാക്കി പറയാം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, അത്തഅന്നി മിനല്ലാഹ് വഅജലത്തും മിന ശൈത്വാൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അജലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അജലത്തിൻ്റെ അർത്ഥം ഒരു ധൃതി അല്ലേ, ആവശ്യമില്ലാത്തൊരു ധൃതി. ഇങ്ങനെ അതിപ്പോൾ എന്താ ആ ധൃതി, അത് അജലത്തും മിന ശൈത്വാൻ എന്നാണ്. അതായത് ഒരാളിങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കും, അയാളിങ്ങനെ നോക്കി അയാളിങ്ങനെ കസേരയിൽ ഇരിക്കുന്നത് വരെ ഇങ്ങനെ ഫുള്ള് നോക്കും. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും, അയാളവിടെ ഇരുന്നോളൂ. അല്ലെങ്കിൽ ഒരു ഫാന് കംപ്ലൈൻ്റ് ആയെന്ന് കേട്ടാൽ നമ്മളിങ്ങനെ ഫാൻ ഇങ്ങനെ നോക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവൻ്റെ നോട്ടത്തിൻ്റെ പവർ കൊണ്ട് ഫാനൊക്കെ ഉണ്ട്, ഈ നോക്കുമറമൊക്കെ ഉണ്ട് കളരിയില്ലേ, അപ്പോൾ നിങ്ങൾ ഇപ്പം കറങ്ങും എന്നൊക്കെ വിചാരിക്കും, ഈ ഫാനാണ് ആ കംപ്ലൈൻ്റ് ആയതല്ലേ, അത് ശരി, ഈ ഫാൻ ഇങ്ങനെയൊക്കെ ആകെ നോട്ടായിരിക്കും, ഒന്നും നടക്കൂല. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ആവശ്യമില്ലാത്തതിൽ ഇടപെടുന്നത് നമുക്ക് പൊതുവെ ഒരു ശീലമുണ്ട്. അപ്പോൾ ഇനി ദയവേത് ആരെങ്കിലും വന്നാലും ഇങ്ങോട്ട് നോക്കിയാൽ മതി കേട്ടോ. ഭയങ്കര അർജൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോടും പറയും, നമുക്ക് ഒന്നിച്ചെന്ത് ചെയ്യാം, അയാളെ നോക്കുക. ഇതൊക്കെ എന്താണെന്ന് അറിയാം, ആൾക്കാർ പറയാം, ഞാൻ മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാവപ്പെട്ട ഒരാളായതുകൊണ്ട് ആളുകൾ പറയും, സാറേ നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ ഇല്ല. അപ്പം ഞാൻ പറയും, നിസ്കാരത്തിലല്ല, മൊത്തത്തിലില്ല, അത് നിസ്കാരത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, അല്ല നിസ്കാരത്തിൽ മാത്രം ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്തതല്ല. സ്വഹാബാക്കളുടെയൊക്കെ ചരിത്രത്തിലുണ്ട്, അവർ നിസ്കരിക്കുന്ന സമയത്ത് അവർ ശരീരത്തിൽ അമ്പ് തുളച്ച് കയറിയാൽ ആ അമ്പ് വലിച്ചെടുക്കുന്നത് അവരറിയുമായിരുന്നില്ല. നമ്മളങ്ങനല്ല, നമ്മൾ സ്വഹാബത്തിനേക്കാളും ശ്രദ്ധ ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു കൊതുകിൻ്റെ പേരക്കുട്ടി അടുത്തു കൂടെ പോയാൽ അതും കൂടെ തിരിച്ചറിയാൻ മാത്രം മൈന്യൂട്ടായ വിഷയങ്ങൾ പോലും ശ്രദ്ധിക്കാനുള്ള മനോഹരമായ ശ്രദ്ധ നമുക്കുണ്ട്. സംഗതി മനസ്സിലായില്ലേ? ഉൾട്ടാക്കറൊക്കെ അണ്ടർസ്റ്റാൻഡ് ആക്കിയാൽ മതി. മനസ്സിലായോ? മനസ്സിലായില്ലേ?
അത് ലയനം കൊണ്ടാണ് അവർക്ക് സാധിക്കുന്നത്, ലയനം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഞാൻ ഈ സംസാരിക്കുന്ന ആരോടെന്നറിയോ? മക്കൾ വഴി തെറ്റരുത്, എൻ്റെ കുട്ടി ചാടിപ്പോകരുത്, എൻ്റെ കുട്ടി ഒരുത്തനെ പ്രണയമാണെങ്കിൽ ഓനെ തന്നെ കെട്ടണം എന്ന് പറയരുത് എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കളോട് ഞാനീ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ സാറാന്ന് കുഴപ്പമില്ല സാറേ, ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ ഒരു പ്രണയമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് പറയണമെങ്കിൽ അള്ളാഹ് മാഷാ അള്ളാഹ് ഫന്റാസ്റ്റിക്കാണ്, നേരത്തെ പറഞ്ഞില്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണ്, അവൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ കറങ്ങാൻ പോയാൽ ചീത്ത പറയാൻ പാടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ബൈക്കോ കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, കാരണം സൗകര്യം ചെയ്ത് കൊടുക്കണം. പിന്നെ അവരൊന്നിച്ച് റൂമിലെവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ റൂം എടുത്താലോ അഞ്ഞു വല്ല ട്രോഫി അടിച്ചാൽ പോലും അതിലൊരു വിമർശനം ഉണ്ടാകാൻ പാടില്ല. കാരണം ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് അത്. ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, നമ്മൾക്ക് മുസ്ലിമീങ്ങളാണല്ലോ. ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇസ്ലാം തെറ്റിനെ അല്ല നിരോധിക്കുക, അതിലേക്കുള്ള വാതിലുകൾ അടക്കുന്ന മതമാണ്. ലാ തഖറബു സിന എന്ന ഖുർആനിൽ പറഞ്ഞത്. നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്നല്ല, ഈ ഡോണ്ട് നിയർ ടു പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഡോണ്ട് ഡു വ്യഭിചാരം ചെയ്യരുതെന്നല്ല, നിങ്ങൾ അതുമായിട്ട് അടുക്കരുത്. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? അത് കുറച്ച് ബേസിക് സൈക്കോളജി എങ്കിലും പഠിച്ച ആളോട് ചോദിച്ചാൽ മനസ്സിലാവും. അതെന്താണ്? കാഴ്ചയാണ്. ഒരാണിന് ഒരു പെണ്ണിൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ഘടകം വിഷ്വൽ സ്റ്റിമുലേഷൻ ആണ്. ആണോ അല്ലേ? ആണുങ്ങൾ പറ, കാഴ്ചയിൽ നിന്നല്ലേ അല്ലേ? പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനല്ല. പെണ്ണുങ്ങൾ ആണിൻ്റെ വിശദീകരിച്ച് പറയുന്നില്ല. പെണ്ണുങ്ങൾക്ക് കാഴ്ചയിലല്ല, പെണ്ണുങ്ങളെ കെയർ ചെയ്യുന്ന ആള്, ഇതിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാൾ. ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവുമായിട്ട് ഒന്നിച്ചിരിക്കാനോ തമാശ പറയാനോ ഒന്നും സമയമില്ല. കാരണം ഭർത്താവ് നല്ല തിരക്കാണ്. കാരണം ഒരുപക്ഷെ പല ജോലിയുടെ ബിസിനസ്സിൻ്റെ ഒക്കെ തിരക്കുകളൊക്കെ ഉണ്ടാവും. എന്തോ ആയിക്കോട്ടെ, ഭർത്താവ് തിരക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പെണ്ണിന് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ വിഷയം മനസ്സിലാക്കണമെങ്കിൽ വേറൊരു കാര്യം കൂടെ ആദ്യം പറയണം. അതായത് ചുരുക്കി പറയാണ്, ഒരു പ്രോബ്ലം ഉണ്ടായാൽ, മനുഷ്യന്മാർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ. ഒരു പ്രോബ്ലം ഉണ്ടായാൽ ആണ് ആ പ്രോബ്ലം പരിഹരിക്കുന്ന രീതി വേറെയാണ്, പെണ്ണ് അത് പരിഹരിക്കുന്ന രീതി വേറെയാണ്. ആണിനൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉടനെ ആരോടും പറയുന്ന പ്രകൃതം അല്ല, അത് ആണിനൊരു കുറച്ചിൽ പോലെയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ആലോചിച്ചിട്ട് എന്താ പരിഹാരം, ഒറ്റക്ക് ആലോചിച്ചിട്ട് ഒരു പരിഹാരം കണ്ടെത്തുന്നവരെ മിക്കവാറും ആലോചിക്കും. ഇനി അത് അഥവാ പറയൽ നിർബന്ധമാണെങ്കിൽ രണ്ടാളോടെ പറയാം. ഒന്ന്, ഒരു എക്സ്പേർട്ട്, ആ വിഷയത്തിൽ എക്സ്പേർട്ടായ ഒരാളോടാണ് പറയാം. അല്ലെങ്കിൽ കൂട്ടുകാരനോടാണ് പറയാം. അത് ഭാര്യയോട് ദേഷ്യം ഉള്ളതുകൊണ്ടല്ല. അത് ചില പെണ്ണുങ്ങൾ അങ്ങനെ വിചാരിക്കാറുണ്ട്, എന്നോടെന്താ ഒക്കെ പറയാത്തത്. അത് ഭാര്യയോട് ദേഷ്യം ഉണ്ടായത് കൊണ്ടല്ല, അത് ആണിൻ്റെ പ്രകൃതം അങ്ങനെയാണ്. എന്നിട്ട് ഭർത്താവ് ആ സമയത്ത് ഭർത്താവിൻ്റെ കളിയും ചിരിയും തമാശയും എല്ലാം കുറയും. ഇത് പൊയ്ക്കോടുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഓരോരോ ഇതിലാണ് പറയുന്നത്, ആ ഘട്ടങ്ങളിലാണ്. അതേസമയം ഒരു പെണ്ണിനൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ പെണ്ണത് പരിഹരിക്കുന്ന രീതി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതെന്താ? പെണ്ണിൻ്റെ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാലാണ് ഒരു സമാധാനം കിട്ടുക, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഇത് ആരെങ്കിലും ഒന്ന് കേൾക്കാൻ വേണം, അല്ലേ? പെണ്ണുങ്ങൾ ആണെങ്കിൽ ഇങ്ങനെ ആക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആക്ക്. ഒരു പെണ്ണിന് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ആരോടെങ്കിലും ഒന്ന് പറയണം. ആ ആരോടെങ്കിലും എന്നുള്ളത് ആരാവാനാണ് പെണ്ണിന് ഇഷ്ടം? ഭർത്താവാനാണ് ഇഷ്ടം. പക്ഷെ ഭർത്താവിനെ കിട്ടുന്നില്ല. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണേ, പണി പാളുന്ന വിഷയം പറയുന്നത്. ഭർത്താക്കന്മാർക്ക് സമയമില്ല, കാരണം ഫുള്ള് തിരക്ക്. പിന്നെ അള്ളാൻ്റെ ഔദാര്യം കൊണ്ടൊരു 230 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അൽഹംദുലില്ലാ. എന്നോട് ഒരാൾ പറഞ്ഞു, സാറേ, ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു, സാറേ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് 200 വാട്സപ്പ് ഗ്രൂപ്പായി എന്ന് പറഞ്ഞു. ഒരു സന്തോഷം കണ്ടാൽ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? 200 വാട്സപ്പ് ഗ്രൂപ്പായത്ര ഒരു ചങ്ങാതിക്ക്. നമുക്കിത് ആകെ 8-10 ഗ്രൂപ്പ് ഉണ്ടായിട്ട് നോക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് നീ അതൊക്കെ മാനേജ് ചെയ്യുന്നത്? ഇപ്പം ഇവൻ്റെ വർത്താനം കണ്ടാൽ വിചാരിക്കും, എന്താ നാളെ മഹ്ശറിൽ അള്ളാഹു ഒരു പ്രത്യേക ക്യൂ വെക്കും. ഏതാണ് ക്യൂവിൽ വാട്സപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. ഒരു വാട്സപ്പിൻ്റെ ക്യൂ. അതെന്താണ്? 200 ഗ്രൂപ്പിലധികം മെമ്പർഷിപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ ക്യൂവിൽ നിൽക്കുക. എന്നിട്ട് പറയും, ഈ ബാബുൽ വാട്സപ്പ്, സ്വർഗത്തിലേക്കുള്ള ഒരു ബാബ്, വാട്സപ്പ് ബാബു എന്നാണ് എൻ്റെ പേര്. അങ്ങനെ ഇല്ല കേട്ടോ, ഇവൻ്റെ വർത്താനം കണ്ടാൽ അങ്ങനെ തോന്നുന്നാ പറയുന്നത്. എന്നിട്ട് അങ്ങനെ സ്വർഗത്തിലേക്ക് ഇവിടുന്നൊക്കെ തോന്നിപ്പോവും. അങ്ങനെയൊന്നും ഇല്ല മക്കളെ. എന്നിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഈ ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ചിന്തിച്ചു നോക്കി, എന്തിനാണ് കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ? ആവശ്യമുള്ളതും ഇല്ലാത്തതും വെറുതെ വേസ്റ്റായിക്കാൻ എത്ര ഗ്രൂപ്പുകളുണ്ട്. ആ വിഷയത്തിലൊക്കെ വല്ലാത്ത ഭാഗ്യവാന്മാരാണ് ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ. ഈ പ്രായമുള്ള ആൾക്കാരില്ലേ, ഈ വാട്സപ്പ് ഇല്ലാത്തവരെന്ന് കൈപ്പൊക്കെ കാണട്ടെ. ആ സമാധാനത്തിൽ പെണ്ണുങ്ങൾ കൈപ്പൊക്കെ, വാട്സപ്പ് ഇല്ലാത്തവരൊക്കെ കൈപ്പൊക്കെ. സമാധാനത്തിൽ പടച്ചോനെ, ഇങ്ങൾക്കൊക്കെ വാട്സപ്പ് ഉണ്ടോ? ഞാൻ ഇവരെ കണ്ടിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കൈപ്പൊക്കാൻ പറഞ്ഞത്. ഇവിടെ ഒന്നുകൂടെ കൈപ്പൊക്കെ, കാണട്ടെ. വാട്സപ്പ് ഇല്ലാത്തവർ കൈപ്പൊക്കെ. സമാധാന ജീവിതം നയിക്കുന്നവരെ കാണെങ്കിൽ ഓരോ നോക്കിക്കോളി. മതി. പടച്ചോനെ, ബാക്കിയൊക്കെ വാട്സപ്പ് എടുത്തോ. അത്
ഒട്ടും വേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അത് ഉപയോഗത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സമയം മൊത്തം അതിലായി പോകുന്ന പറഞ്ഞു. എനിക്കൊക്കെ വാട്സപ്പ് ഉണ്ട്, പക്ഷെ എന്നോട് അത്ര ആൾക്കാർ നിങ്ങൾക്ക് എന്താ മെസ്സേജിന് റിപ്ലൈ ഇട്ടാത്തതെന്ന്. ഞാൻ പറഞ്ഞു മോനെ അത് നോക്കിയിരിക്കുന്ന പണിയില്ല, അത്യാവശ്യം എന്തുണ്ടോ നോക്കും, അത് പിന്നീട് വെക്കും. കാരണം എനിക്ക് എൻ്റെതായ ഡ്യൂട്ടികൾ ചെയ്യണ്ടേ. ഇതെന്താ സംഭവം എന്നറിയോ? കുടുംബത്തിലെ ഐക്യം ഇല്ലാതാകുന്നതിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. ബന്ധം എവിടെയാണ് ഇല്ലാതാവുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു പൊട്ടത്തരം മനസ്സിലാക്കണം നമ്മൾ. അതായത് ഞാനിപ്പോൾ ജോലി കഴിഞ്ഞോ ബിസിനസ് കഴിഞ്ഞോ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്നു. ഈ വീട്ടിൽ ഞാൻ എത്തുന്ന സമയത്ത് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ ഉമ്മ അവിടെ ഉണ്ട്. എനിക്ക് ജന്മം നൽകിയ 9 മാസക്കാലം കൊണ്ടു കടന്ന് എനിക്ക് ജന്മം നൽകിയ എൻ്റെ കാറ്റിച്ചതും മുദ്രിച്ചതും ഒക്കെ വാരിക്കോരി നന്നാക്കി എൻ്റെ എല്ലാ സെക്കൻഡിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്ത് പനിയാകുമ്പോൾ കൂടെ നിന്ന് എല്ലാ സമയത്തും എൻ്റെ ഞാൻ ഒരർത്ഥത്തിൽ പറഞ്ഞ കല്യാണം കഴിക്കുന്നത് വരെ 25 വയസ്സിലാണെങ്കിൽ 25 വർഷം മുഴുവനും എൻ്റെ ഉമ്മാൻ്റേതായിരുന്നു ഞാൻ. 25ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അല്പമെങ്കിലും ആ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ഭാര്യ ഏറ്റെടുത്തത്. 25 കൊല്ലക്കാലം എന്നെ മുഴുവനും നോക്കിയത് എൻ്റെ ഉമ്മ. ആ ഉമ്മ എൻ്റെ വീട്ടിൽ, ഞാനിങ്ങനെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഉമ്മാൻ്റെ റൂമിൽ ഉമ്മ ഉണ്ട്. ആ ഉമ്മാനോട് മുഖത്തേക്ക് നോക്കി ഒന്ന് കണ്ണൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് 2 വർത്തമാനം പറയാൻ എനിക്ക് സമയമില്ല. എൻ്റെ പണി എന്താ? ഞാൻ അപ്പുറത്ത് റൂമിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ തോണ്ടുക. ഞാൻ ഇന്ന് വരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത, നേരിട്ട് ഒരു ബന്ധമില്ലാത്ത ഏതൊക്കെയോ ആളുകളുമായിട്ട് ചാറ്റ് ചെയ്ത് അതിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മാനോട് 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. മക്കളെ, വല്ലാത്ത കഷ്ടപ്പാടാണിത്. ഇതിൽ നിന്ന് മാറണം എന്നാണ് ഞാൻ പറയുന്നത്. മാറണ്ടേ? പറയേ, നിങ്ങളൊക്കെ ഇങ്ങനെയാണെന്നല്ല കേട്ടോ പറയുന്നത്. ശ്രദ്ധിക്കാൻ വേണ്ടി കുറേ ശ്രദ്ധിക്കുന്നവരുണ്ടാവും, പക്ഷെ അല്ലാത്തവരും ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് ആ ഉമ്മ മരിച്ചിട്ട് സങ്കടവും പറയും. ഈ ഉമ്മല്ലേ ഇവനെ ഫുൾ അവിടെ റൂമിൽ ഇരുന്നിട്ട് തോണ്ട പണി, ഉമ്മാനെ നോക്കാൻ സമയമില്ല. എന്നിട്ട് ഉമ്മ മരിച്ചിട്ട് പറയും എന്നാലും ഉമ്മ മരിച്ചു പോയല്ലോ. അതിലർത്ഥമില്ലാന്നാണ് ഞാൻ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കാതിരുന്നിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കണം. അതിനാണ് എന്തിൻ്റെ അത് ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കൽ പുണ്യകർമ്മമാണ് എന്ന് ഇസ്ലാം പറഞ്ഞത്. കഅബയിലേക്ക് നോക്കൽ പുണ്യമാണ്, അതേപോലെ ഖുർആനിലേക്ക് നോക്കൽ പുണ്യമാണ്. ആ കൂട്ടത്തിലാണ് പെടുത്തിയത്. പെറ്റ ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണെന്നാണ്. അതെങ്ങനെയാണ് നോക്കൽ? ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അതല്ല. ഈ കുടച്ചാക്കറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വാപ്പാൻ്റെ ഉമ്മാനോടൊക്കെ സംസാരിക്കുമ്പോൾ ഇതൊരുമാതിരി കളിയാക്കുന്നതിന് തുല്യമാണ്. മൊബൈലിൽ പറഞ്ഞോ കളിയാക്കുന്നതിന് തുല്യമാണത്. ഈ ഭാര്യമാരോട് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെ അൺഡിവൈഡഡ് അറ്റൻഷൻ വേണം. ഉമ്മാനോട് സംസാരിക്കുമ്പോൾ, ബാപ്പാനോട് സംസാരിക്കുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ, ഭാര്യയോട് സംസാരിക്കുമ്പോൾ. അതില്ലാത്തത് കൊണ്ടാണ് അകന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നെന്താ, അങ്ങനെ ഞാൻ പുറത്തുനിന്നൊക്കെ വന്നിട്ട് 4000-5000 കിലോമീറ്റർ അപ്പുറത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഗ്രൂപ്പൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. 2 അടി അപ്പുറത്തുള്ള റൂമിൽ എൻ്റെ ഉമ്മാനോട് സംസാരിക്കാനാണ് എനിക്ക് സമയമില്ലാത്തത്. ഇനി കല്യാണം കഴിഞ്ഞ് ഭാര്യയും മക്കളുള്ള ആൾക്കാർ ചിന്തിക്കുക, അതെന്താ? എൻ്റെ കൂടെ എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റേതായിട്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിലുണ്ടാവും. ആ ഭാര്യയ്ക്കും പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. അത് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. അതിപ്പോൾ ഓൾ എന്നും എൻ്റെ ഭാര്യ തന്നെയല്ല, നാളെ പറഞ്ഞാലും പോരെ. നാളെ ഇത് തന്നെയാണ് അവസ്ഥ, മറ്റന്നാൾ ഇത് തന്നെയാണ് അവസ്ഥ. സംസാരിക്കാൻ സമയമില്ല. ഞാൻ ഈ അവിഹിത ബന്ധം എങ്ങനെ ഉണ്ടാവുന്നു എന്നതാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഈ മക്കളുടെ കാര്യം ആലോചിച്ച് നോക്കി. ഈ മക്കളിങ്ങനെ ചോദിക്കുന്നുണ്ടോ? എൻ്റെ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, വാപ്പ എപ്പോഴാണ് വരാൻ, ഇപ്പച്ചി എപ്പോഴാണ് വരാൻ ചോദിക്കും. എനിക്ക് 3 കുട്ടികളുണ്ട്. 9 വയസ്സുള്ളൊരു മോനുണ്ട്, 6 വയസ്സുള്ളൊരു വേറെ മോനുണ്ട്, 2.25 വയസ്സ്. ജമാഅത്തുൽ അവ്വൽ നാളെ 1 ആയിരിക്കും തോന്നുന്നു അല്ലേ? ആയിട്ടില്ല, ഇന്ന് 1 ആയോ? അതായത് ഇന്ന് മരിവ് മുതൽ ജമാഅത്തുൽ അവ്വൽ 1 അല്ലേ? ജമാഅത്തുൽ അവ്വൽ 1 അല്ലേ? ഇന്ന് മരിവ് മുതൽ. അപ്പോൾ ജമാഅത്തുൽ അവ്വലിലാണ് ഞാൻ അറബിയിലൊക്കെ പറയല്. എനിക്കത് ഇഷ്ടം. മറ്റു തെറ്റാണത്, അതിനോട് എതിർപ്പുണ്ടായിട്ടല്ല. മുത്തുനബി പഠിപ്പിച്ചൊരു മാസം നമുക്ക് ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ പോരെ. മറ്റേ ഒഫീഷ്യലി മറ്റേ പറയേണ്ടടുത്ത് പറയും വേണ്ട, അത് അറിയാം. അതിനോട് വെറുപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. ഗ്രിഗോറിയൻ കലണ്ടറിനോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. പക്ഷെ നമുക്കൊരു പ്രത്യേക ഇഷ്ടം മുത്തനബി പഠിപ്പിച്ച മാസത്തോട് ഉണ്ടാവണം. ജമാഅത്തുൽ അവ്വൽ മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ മകനോ മകളോ എന്ന് ചോദിച്ച നേരത്തെ അതിങ്ങോട്ട് ഓർമ്മ വരണം നമുക്ക്. ഞാൻ പറഞ്ഞു വന്നത്, അവൻ്റെ മോനുണ്ട്. ഒരിക്കൽ ഞാനിങ്ങനെ എൻ്റെ മോൻ 5 വയസ്സുള്ള മോനെ 4 വയസ്സുള്ള സമയത്ത് ഞാനിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ദൂരത്തൊരു പരിപാടി, കൊല്ലത്തോടെ പരിപാടി കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിങ്ങനെ വരുന്ന സമയത്ത് ഇവനുണ്ട് കുറേ ബലൂണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 4 വയസ്സുള്ള മോനെ ഞാൻ പാപ്പ എപ്പോഴാണ് അവരെ ചോദിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കാം. അപ്പം ഞാൻ വന്ന സമയത്ത് പിന്നെ പണി എന്താണെന്നറിയോ? പാപ്പ വരി നമുക്ക് കളിക്കാം, ബലൂൺ കളിക്കാമെന്ന്. അപ്പോൾ എന്താ സംഭവം? ഈ 4 വയസ്സുകാരൻ അവൻ്റെ പാപ്പാനെ കളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണേ, ഈ 4 വയസ്സുകാരനോട് ഞാൻ എന്താ ചോദിക്കേണ്ടത്? എടാ, കോമൺ സെൻസ് ഇല്ലടാ എനിക്ക്. കേരളത്തിൽ അറിയപ്പെട്ട ഒരു മനഃശാസ്ത്ര വിദഗ്ധനോടാണോടാ വെറും 4 വയസ്സുകാരനായ നീ ബലൂൺ തട്ടി കളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്? ഉളുപ്പില്ലടാ, നാണമില്ലടാ എനിക്കെന്ന് പറയാൻ പറ്റുമോ? അവൻ്റെ മുമ്പിൽ ഞാൻ വീട്ടിലാരാ? കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാ? പറ. ആണോ? അല്ല.
ഞാൻ അവൻ്റെ പ്രൊഡ്യൂസറാണ്, അവൻ്റെ തന്തയാണ് ഞാൻ, അല്ലെങ്കിൽ അവൻ്റെ ബാപ്പയാണ് ഞാനവിടെ കളിച്ചേ പറ്റുള്ളൂ. എനിക്ക് സമയമില്ലാന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വലിയ മോനെ ഒരിക്കൽ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായി. മീറ്റിംഗ് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ മീറ്റിംഗാണ്. അതായത് ഓരോ കുട്ടിക്കും, അവനൊരു പ്രീ സ്കൂളിൽ പഠിച്ചിരുന്നു. ആ പ്രീ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോ കുട്ടിക്കും ആ കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് ആ ടീച്ചർ അരമണിക്കൂർ സംസാരിക്കും. ആ സമയത്ത് വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ മീറ്റിംഗ്. അപ്പോൾ ഞാനും ഓൻ്റെ ഉമ്മാറിന് എൻ്റെ ഭാര്യയായിട്ട് വരും അല്ലേ, അത് കൺഫ്യൂഷൻ. ഞാനും ഓൻ്റെ അമ്മയും കൂടെ ഞങ്ങൾ പോകാൻ കാരണം എൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മീറ്റിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ നേരത്തെ ഡേറ്റ് നിശ്ചയിച്ചു. അപ്പോൾ ഞാൻ അന്ന് ഞാൻ ലീവാണ്, ഞാൻ വരാമെന്ന് പറഞ്ഞു. വേറെ പരിപാടി ഏറ്റില്ല. പെട്ടെന്ന് സ്കൂളിൽ ടീച്ചേഴ്സ് ഡേറ്റ് മാറ്റിയ സമയത്ത് എനിക്ക് പോകാൻ പറ്റൂല. കാരണം ഞാൻ അതേപോലെ ഇവിടെ ഒരു സ്ഥലത്ത് പരിപാടിക്ക് ഏറ്റിരുന്നു. എനിക്ക് ഏറ്റ പരിപാടി മുടക്കാന്ന് എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് സംഘാടകരോട് ചെയ്യുന്നൊരു അനീതിയാണ്. പനി ഉണ്ടായാൽ പോലും ഞാൻ പരമാവധി പോകാറുണ്ട്. ഒരു നിലക്കും കഴിയില്ലെങ്കിൽ മാത്രം ഞാൻ കഴിയില്ലെന്ന് പറയാറുള്ളൂ. അല്ലാതെ നമുക്ക് ആഫിയത്ത് ഇജ്ജത്തുള്ള ദീർഘായുസ് നൽകട്ടെ. കുറേ ആയുസുണ്ടായിട്ട് കാര്യമില്ല, ആഫിയത്ത് വേണം. നമ്മളെപ്പോഴും ദ്വാരക്കേണ്ട ദുആയാണത്. എന്തെന്നറിയോ? മരിക്കുന്നത് വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാഹ് ദ്വാരക്കണം. അവസാനത്തെ സായും നടന്ന് സ്വന്തമായി ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ദ്വാരക്കണം. നമുക്ക് കിട്ടിയിട്ടുള്ള മർമ്മപ്രധാനമായ ഒരു സംഭവമാണ് ആഫിയത്ത് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഫർളായ നിസ്കാരത്തിൽ മാത്രം, ഫർളായ 17 റക്അത്ത് നിസ്കാരത്തിൽ മാത്രം 18 തവണ ആരോഗ്യം തരണേ എന്ന് അള്ളാഹിനോട് നമ്മൾ ദ്വാരക്കുന്നുണ്ട് നിർബന്ധമായിട്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ആരോഗ്യം. ഞാൻ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രീതിയിൽ മോന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. അപ്പോൾ രണ്ടാമത് മാറ്റി നിശ്ചയിച്ച മീറ്റിങ്ങിന് എനിക്ക് വരാൻ പറ്റൂല. ഇത് അവൻ്റെ ഉമ്മ, എൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു, ബാപ്പാക്ക് വരാൻ കഴിയില്ലടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചങ്ങാതി അവൻ്റെ സങ്കടം പ്രകടിപ്പിച്ചു. അവൻ്റെ സങ്കടം, അവൻ്റെ ദേഷ്യം, അവൻ്റെ വെറുപ്പെല്ലാം പ്രകടിപ്പിച്ചു. എന്താ പറഞ്ഞതെന്ന് അറിയോ? എന്നാൽ തിരക്കില്ലാത്തൊരു വാപ്പാനെ വാങ്ങിത്തരാൻ പറയുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് വലിയ വിഷയമാണ്. അതായത് അന്നവൻ 6 വയസ്സുകാരൻ്റെ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാണ്ടതിൽ. കാരണം നമ്മുടെ കുട്ടികൾക്കൊരു വിഷയം വരുമ്പോൾ അതിന് അവൈലബിൾ ആവാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് കച്ചവടം? ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ സന്തോഷത്തിൽ അങ്ങനെ ഗർഭിണിയായിട്ട് അത് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ ഏർപ്പാട്? എൻ്റെ ഭാര്യയ്ക്ക് നിർണായകമായൊരു സമയമാണ് ഗർഭം എന്ന് പറയുന്നത്, പ്രസവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രവാസികളോടൊക്കെ പരമാവധി പറയാറുണ്ട്, ഒരു 10 ദിവസത്തിനാണെങ്കിൽ 10 ദിവസം, 2 ആഴ്ചയാണ് 2 ആഴ്ച. ആ പ്രസവത്തിൻ്റെ ആ ഡേറ്റിൻ്റെ സമയത്ത് ഡേറ്റിൽ പങ്കോട്ട് കൊടുക്കാൻ മാറും. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും വേണോ? ഇത് 2-ാം തീയതി പറഞ്ഞിട്ട് 8-ാം തീയതി മുമ്പ് ലീവൊക്കെ നോക്കണ്ടേ? ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയൂല, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തമാശ പറഞ്ഞതാ. എന്നാലും പ്രവാസ ലോകത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ജോലി അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ പ്രസവ സമയത്ത് നിർണായകം എൻ്റെ കുട്ടീനെ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ അടുത്തില്ലെങ്കിൽ പിന്നെ ആരാ നിൽക്കും? ഉമ്മ ഉണ്ടായിട്ട് ഭർത്താവോ? എൻ്റെ ഉമ്മ ഉണ്ടായിട്ട് ഓളെ ഭർത്താവോ? അത് ഉമ്മാൻ്റെ സ്ഥാനത്താണ്. അത് വേറൊരു ധൈര്യമാണ്. ഈ വേറെ ഒന്നുകൂടെ പറഞ്ഞുതരാം കൂട്ടത്തിൽ പറഞ്ഞ സ്ഥിതിക്ക്. ഈ ബേജാർ കമ്മിറ്റി അസോസിയേഷൻ്റെ സംസ്ഥാന ഓഫീസർമാരുണ്ടാവും പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ? ഈ അഖിലേന്ത്യാ ബേജാർ കമ്മിറ്റി അസോസിയേഷൻ ഉണ്ട്. അതിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാരും സംസ്ഥാന ഭാരവാഹികളും ജില്ലാ നേതാക്കന്മാരും ഒക്കെ എന്നാ പെണ്ണുങ്ങളാ. താലൂക്ക് മുതൽ ആണുങ്ങളുണ്ട്, സംശയമുണ്ട്. ഈ പെണ്ണുങ്ങൾ, ആ ബേജാർ കമ്മിറ്റിയിൽപ്പെട്ട പെണ്ണുങ്ങൾ ഈ പ്രസവിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് എന്തായാലും കോംപ്ലിക്കേഷൻ ആവും. ആ വൈക്ക് പോകാൻ പാടില്ല. ബേജാർ കമ്മിറ്റി ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നോളാം. എന്നിട്ട് അവിടെ പോയിട്ട് അല്ലടി എന്ന് പറഞ്ഞിട്ട് ബേജാർ, ഈ പെണ്ണ് ഓൾറെഡി ടെൻഷനിലുണ്ടാവുക ഇതെന്താവാന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് തവക്കുലുള്ള ടീമാവണം. അതൊരു നമുക്കിട്ട് ഇല്ലതാനും. നമുക്ക് തവക്കുലില്ല മക്കളെ, വെറുതെ പറയാം. തവക്കുലുണ്ട് എന്ന് വെറുതെ പറയാം. ഞാൻ ഇന്ന് രാവിലെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരുന്നു. രാവിലെ നമ്മുടെ ഒരു സ്ഥലമുണ്ട്, നല്ലൊരു സ്ഥലമുണ്ട്. രാവിലെ ഇങ്ങനെ ഈ ഡോണ് കാണാൻ നല്ല രസം. എന്താണ് സൂര്യോദയം കാണാൻ നല്ല രസമാണ്. എൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ കുറേ നേരം 8 മണി വരെ ഞങ്ങൾ ഒരു ഹൈറ്റിൽ കയറി ഇങ്ങനെ ഇരുന്നു. എന്ത് രസമാണ് പ്രഭാതം കാണാൻ. അപ്പോൾ ഈ പ്രഭാത സമയത്ത് രാവിലെ പക്ഷികളും പറവകളും ഒഴിഞ്ഞ വയറുമായിട്ട് എവിടുന്നെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ അവർ എവിടുന്നെന്നും അറിയില്ല, ആ തവക്കുല അത് ഉറപ്പിച്ചിട്ട് അവരങ്ങോട്ട് യാത്ര പോകുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിറഞ്ഞ വയറുമായി അതോടൊപ്പം അവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടിൽ അടയിരിക്കുന്ന ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയ്ക്കും, കൊച്ചുമക്കളുണ്ടെങ്കിൽ മക്കൾക്കുള്ള ഭക്ഷണവുമായിട്ട് അവർ തിരിച്ചു വരുന്നു. ഇത് എല്ലാ ദിവസവും അങ്ങനെ ഉണ്ട്. നമുക്ക് ആ തവക്കുലിൻ്റെ അംശം പോലും നമുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തവക്കുലിൽ നമ്മളെന്താ തവക്കുലിനെ കുറിച്ച് പറയാമെന്ന് പറയോ? തവക്കൽത്തു അലല്ലാഹ് എന്ന് പറയും. എന്നിട്ട് പറയും എന്നാലും ഒരു സമാധാനം ഇല്ല എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പടച്ചവനെ വലിയൊരു വിശ്വാസമൊന്നുമില്ല, ചിലപ്പോൾ പറ്റിക്കുന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ഖുർആനാണത്. എന്താ പറഞ്ഞത്? ഒരാൾ അള്ളാഹിനെ തവക്കുലാക്കിയാൽ അത് മതിയെന്ന്.
അത് ഭയങ്കര വർത്താനം. അവൻ മതി, അല്ല മതി എന്നാണ് പറയുന്നത്. തവക്കുൽ നമുക്കില്ല. സത്യം പറയാം, തവക്കുലിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ ബാക്കിലാണ്. ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഞാനീ പറയുന്നത്. ഒരു പെൺകുട്ടി, ശരിക്കുണ്ടായ സംഭവം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുടുംബത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു പെൺകുട്ടിക്ക് ആദ്യത്തെ പ്രസവമാണ്. 19-20 വയസ്സ് പ്രായമായപ്പോൾ ആദ്യത്തെ പ്രസവം ആ കുട്ടി പ്രസവിക്കാനായി. അപ്പോൾ ഇവർ 1ാമത്തെ മാസം മുതൽ തന്നെ എല്ലാ ചെക്കപ്പും കറക്റ്റ് നടത്തി, ഹോസ്പിറ്റലിൽ പോയി. അവർ ഡോക്ടർ പറഞ്ഞ മെഡിസിൻസൊക്കെ കഴിച്ചു, സ്കാനിങ് ചെയ്തു, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തു. അവസാനം 8ാം മാസത്തിലോ 9ാം മാസത്തിലോ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടി തിരിഞ്ഞു വന്നിട്ടില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ മാതാപിതാക്കൾക്ക് എന്നായിക്കോട്ടെ, വേറെ നിവൃത്തിയൊന്നും ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ആക്കാം. പക്ഷെ വീട്ടിലെത്തിയിട്ട് ഇവരിങ്ങനെ പറയാൻ തുടങ്ങി, എന്തായാലും നമ്മളെല്ലാം കറക്റ്റ് ചെയ്തതല്ലേ, എന്നിട്ടും നമുക്ക് എന്തേ ഓപ്പറേഷൻ വന്നു എന്നിങ്ങനെ സങ്കടം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. കാരണം അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ച് നമുക്കത് എടുക്കാൻ കഴിയില്ല. അള്ളാഹു എന്തേ ഒരു കാര്യം ഇങ്ങനെ തന്നു ചോദിക്കാൻ പാടില്ല. കാരണം അള്ളാഹു രാജാവ് നമ്മളെ അടിമയാണ്. അതിൻ്റെ കാരണം അതാണ് എൻ്റെ കാരണം. ഓപ്ഷനില്ല. അടിമക്ക് ഉടമയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടാവില്ല. അത് ഉബൂദിയത്തിൻ്റെ ആനന്ദം മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇസ്ലാമിലെ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങലക്കിട്ട് അടി കിട്ടുന്ന അടിമ അല്ല. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹിന, അവിടെ നല്ല പദം ഒരുപക്ഷെ ഹബീബിയൊക്കെ ആയിരുന്നു. എപ്പോൾ വിശദീകരിക്കുന്നില്ല, കോണ്ടക്സ്റ്റ് വലിയ കോണ്ടക്സ്റ്റാണ്. അള്ളാഹിൻ്റെ ഹബീബിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മഹാസമ്മാനം കൊടുത്തപ്പോൾ അവിടെ പ്രയോഗിച്ചത് അബ്ദ് എന്നാ. അതിൻ്റെ ഒരുപാട് സിറുകളുണ്ട്, ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു തവക്കുലിൻ്റെ ചെറിയ അംശം പോലും ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ മാനസികമായിട്ട് വേഗം നമ്മൾ തടന്നു പോകുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി ഉമ്മാനോട് പാപ്പയോട് പറഞ്ഞു അങ്ങനെ പറയില്ലേ, എന്തേ നമുക്ക് എന്നെ എങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ പാടില്ല. അള്ളാഹു ഒരു കാര്യം തന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കുക. രോഗമാണെങ്കിൽ എന്തേ പടച്ചോൻ എനിക്ക് ഈ രോഗം വന്നു ചോദിക്കരുത്, ഷിഫക്ക് വേണ്ടി ദുആ ചെയ്യാം. ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടോ? റിള വേറെയാണ്, സ്വബർ വേറെയാണ്, ഷിഫാക്കുള്ള ദുആ വേറെയാണ്. റിളക്കെതിരാണ് ക്വസ്റ്റനിങ്, ഡൗട്ടിങ് മൈൻഡ് സെറ്റ്. ഞാൻ വിശദീകരിക്കുന്നില്ല, മനസ്സിലാവുന്നവർക്ക് ജസ്റ്റ് മനസ്സിലാവും. അള്ളാഹു ഒരു പരീക്ഷണം തന്നാൽ ആ പരീക്ഷണം തരുമ്പോൾ എന്തേ ഇങ്ങനെ ചോദിക്കരുത്. ആ ചോദിക്കാനുള്ള അർഹത നമുക്കില്ല, അവകാശമില്ല. അള്ളാഹു എന്തു തരും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് കൊണ്ട്, നിങ്ങളെ മക്കളെ കൊണ്ട്, വീട് കൊണ്ട്, കച്ചവടം കൊണ്ട് ഒക്കെ നിങ്ങളെ പരീക്ഷിക്കുന്ന ഒരു സൂറത്തിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ? ഈ പെൺകുട്ടി ളുഹാ നിസ്കരിച്ചു. അങ്ങനെ ഓപ്പറേഷന് നാളെ ഡേറ്റാണ്. ആ പിറ്റേന്ന് രാവിലെ ഓപ്പറേഷൻ തയ്യാറായി ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ ഓപ്പറേഷൻ തയ്യാറായിട്ട് എല്ലാം ചെയ്തു. ആ പെൺകുട്ടി ളുഹാ നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പറഞ്ഞു. ആ പെൺകുട്ടിൻ്റെ ഒരു പെൺകുട്ടി, എനിക്ക് എൻ്റെ സുഹൃത്തിൻ്റെ കുടുംബത്തിലെ പെൺകുട്ടി ദുആ എന്നതാണ് പറയുന്നത്. ആ പെൺകുട്ടിൻ്റെ ദുആ എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ആ വാക്ക്, ആ സുഹൃത്തത് പറഞ്ഞപ്പോൾ എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ആ പെൺകുട്ടി 19-20 വയസ്സുള്ള പെൺകുട്ടിയുടെ ഒരു തവക്കുലിൻ്റെ ഒരു 100-1 പോലും നമുക്കില്ലല്ലോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ആ പെൺകുട്ടി എന്താ പറഞ്ഞതെന്നറിയാം? പടച്ചോനെ, ളുഹാ നിസ്കരിച്ചിട്ട് കൈകൾ അങ്ങോട്ട് ഉയർത്തി, ഒറ്റ ഉയർത്തലിൽ. അത് പ്രതീക്ഷയോട് കൂടെ ഉറപ്പിച്ചിട്ടാണ്. ഉദുഅല്ലാഹ അൻതും മൂഖിനൂന ബിൽ ഇജാബ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പെൺകുട്ടി അള്ളാഹിനോട് എനിക്ക് എന്തായാലും ഉത്തരം കിട്ടുന്ന ഉറപ്പിച്ചിട്ടാണ് ദ്വാരക്കുന്നത്. എന്താ ദ്വാരന്നറിയോ? ദ്വാരന്ന ഇതാണ്, പടച്ചോനെ ഗോളങ്ങള് അല്ലേ, ഗ്രഹങ്ങളൊക്കെ നീ തിരിക്കുന്നില്ലേ, ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും ഭൂമി ഇതൊക്കെ തിരിക്കാൻ കഴിയുന്ന നിനക്ക് എൻ്റെ വയറ്റിലുള്ള കുട്ടിയെ തിരിക്കാൻ കഴിയില്ല പടച്ചോനെ, എന്തായാലും കഴിയും, എൻ്റെ കുട്ടിയെ തിരിച്ചുകൊണ്ട് അള്ളാഹാണ് ഈ പെൺകുട്ടിയെ ദ്വാരുന്നത്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി, ഇതെന്താ സംഭവിച്ചതെന്ന്. അതാണ് പറഞ്ഞത്, തവക്കുലാക്കിയിട്ട് ഒറ്റ ദുആ അള്ളാഹിനോട് പറഞ്ഞപ്പോൾ ആ പ്രയോഗം നോക്കി നിങ്ങൾ, ഗോളങ്ങളെ തിരിക്കുന്ന പടച്ചവനെ, നിനക്ക് എൻ്റെ കുട്ടീനെ തിരിക്കാൻ കഴിയില്ല പടച്ചവനെ. തിരിക്കാത്തത് എന്താണെന്നല്ല കേട്ടോ, അത് വേറെ ഞാൻ അധപകേടൻ്റെ ചോദ്യമായി പോവും. നിനക്ക് കഴിയില്ല പടച്ചവനെ, തിരിച്ചറിയണേ അള്ളാഹ് പ്രതീക്ഷയോടെ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ സുഖപ്രസവന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ചർച്ച ചെയ്തായിരുന്നു, ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ കുട്ടിയുടെ നിർണായകമായ പരിപാടി, ഇപ്പം നമ്മുടെ കുട്ടിക്ക് സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ടാവും, മദ്രസയിൽ എന്തോ പരിപാടി ഉണ്ടാകുമ്പോൾ അന്ന് ബാപ്പ ലീവ് എടുത്തിട്ട് അവിടെ ഉണ്ടാവണം. എന്നോടൊക്കെ എൻ്റെ മോൻ എപ്പോഴും ചോദിക്കും, എൻ്റെ മോന് സ്കൂളിലൊക്കെ പാട്ടൊക്കെ ഉണ്ടാവും, അതിലൊക്കെ പങ്കെടുക്കും. അവൻ എന്നോട് ചോദിക്കും, ബാപ്പ നിങ്ങൾ വരുമെന്ന് ചോദിക്കും. അതെന്താ? ഓന് അവിടെ 2500 ആളുണ്ടായിട്ടും കാര്യമില്ല, ഓൻ്റെ ഉമ്മയും ഓൻ്റെ ബാപ്പയും സദസ്സിലുണ്ടെങ്കിൽ ഓൻ്റെ പാട്ട് ഒന്നും കൂടെ എന്താ ഉഷാറാവുമല്ലേ. ഓൻ്റെ ഹീറോ ഓൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പിൽ ഹീറോ ആവാനാ. ഇനി വല്യപ്പൊക്കെ ഉണ്ടെങ്കിൽ ഓരോ മുമ്പിൽ അമ്മായി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അസോസിയേഷനിൽ കുറേ മെമ്പർമാരുണ്ടാവില്ലേ, അവരെല്ലാവരും കൂടെ വണ്ടിക്ക് വിളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ പാടുമ്പോൾ ഇപ്പം ഒന്ന് ഉഷാറായി കിട്ടും. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ ഭാര്യയ്ക്ക് ആവശ്യം വരുമ്പോൾ ഭാര്യയ്ക്ക്, ഇത് ചില ഭർത്താക്കന്മാരെ കുറിച്ച് ഞാൻ ഒക്കെ തുറന്നു പറയും. ഞാൻ എവിടെ പോയാലും പറയാനുള്ളതൊക്കെ തുറന്നു പറയും. മാക്സിമം ഒന്നേ ഉണ്ടാവുള്ളൂ, അടുത്ത പരിപാടിക്ക് എന്നെ ക്ഷണിക്കൂല, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ പരിപാടിക്ക് കുറച്ച് പരമാവധി കുറച്ച് റിസർച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നെ ഒന്നും വിചാരിക്കരുത്, ഒക്കെ ഞാൻ പറയും. എന്താ വിഷയം എന്ന് വെച്ചാൽ, ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്,
ചില ആണുങ്ങളെ കുറിച്ച്. അത് ഇനിയിപ്പോൾ മാട്ടിൽ കുടുംബത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് പറയാൻ ഉണ്ട് എന്ന് പറയാൻ എനിക്കറിയില്ല, എനിക്ക് നിങ്ങൾ ആരും പരിചയമില്ലല്ലോ. സംഭവം എന്താണെന്നറിയോ, ചില പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത്, മൂപ്പര് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ കറങ്ങാൻ പോകും. ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ പോയി കറങ്ങാൻ പോയി, അവിടെ പോയിട്ട് ചില ആൾക്കാർ വയനാട് പോയിട്ട് എന്താണ് ചുരത്തിൽ പോയിട്ട് 25ഉം 30ഉം ഒക്കെ കാടമുട്ടൊക്കെ തിന്നണെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പെണ്ണ് പറയും, എന്നാലും 5 ഒന്ന് പൊതിഞ്ഞ് കൊണ്ടുവന്നുവിടും, അതൊട്ട് കൊണ്ടുവരില്ല. അല്ല, ഇങ്ങനെ ഈ ആണുങ്ങളില്ലേ, ആണുങ്ങളുടെ ഞാനുങ്ങളൊക്കെ കേട്ടോ, ഞാൻ വലിയ ശുദ്ധനായിട്ട് പറയില്ല കേട്ടോ, ഞാനുങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാണ്. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആണുങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ, അപ്പോൾ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, മതസംഘടന ആയിക്കോട്ടെ, മഹല്ലോ, നമ്മുടെ ജോലി ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വേദികൾ ഉണ്ടാവും നമുക്ക്. അവിടെയൊക്കെ നല്ല നല്ല ഭക്ഷണങ്ങളും കിട്ടും. നമ്മളെ വീട്ടിലുള്ള ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും അത് കിട്ടൂലല്ലോ. കിട്ടാറുണ്ടോ? നമ്മളത്ര കിട്ടാറുണ്ടോ? നമുക്കത് തിന്ന് മടുക്കുന്ന അവസ്ഥയല്ലേ. ഈ പെണ്ണുങ്ങൾ അങ്ങനെയല്ല മക്കൾ, അത് സഹോദരങ്ങൾ, അത് ചിന്തിക്കേണ്ടതാണ്. ഞാൻ നല്ല ആളായിട്ട് പറയില്ല, ഞാൻ എവിടെ പോയാലും നല്ല ഭക്ഷണം കഴിച്ചാൽ ആദ്യം എൻ്റെ കുട്ടികളെ മുഖം എൻ്റെ മനസ്സിലേക്ക് വരും. എൻ്റെ ഉമ്മ മരിച്ചുപോയി, എൻ്റെ ഉമ്മ ഉണ്ടായപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ മുഖം എനിക്ക് ഓർമ്മ വരുമായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചാൽ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഞാൻ വാങ്ങിക്കൊണ്ടുപോകും. ഒന്നുകിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകും, നമ്മൾ കുടുംബ വീടൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാനും എല്ലാം വാങ്ങിച്ചുകൊണ്ടുപോകും. എൻ്റെ ഉമ്മക്ക് ഉമ്മ മരിച്ചു, കുറച്ച് മുമ്പ് ഉമ്മ മരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യനും എൻ്റെ കുട്ടികൾക്ക് വേഗം ഓർമ്മ വരും. കാരണം അവർക്ക് പഠിച്ചവരെ വാങ്ങിച്ചു കൊടുക്കുക ഈ ലോകത്ത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അതിഥിയായിട്ടാണ് പോവുക. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓർഗനൈസേഷനോ മറ്റൊക്കെ നമ്മൾ ഓരോ 5 ദിവസത്തെ 4 ദിവസത്തെ 10 ദിവസത്തെ ക്ലാസ്സിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ ട്രെയിനിങ് ക്ഷണിച്ചിട്ടുണ്ടാവും. അത് അവർക്ക് നല്ല ഭക്ഷണം അവർ തരിക, കിഡിലും ഫുഡ് തരും അവർ. എനിക്കാണ് അറബ് ഫുഡ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അപ്പം നാട്ടിൽ തിരിച്ചു വന്നാൽ ആദ്യം ചെയ്യുന്നൊരു പണി, ഞാൻ വലിയ നല്ല ആളാണെന്നല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കില്ല, ഈ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതാണ്, അതിൻ്റെ അർത്ഥം ഞാൻ ആഘോഷാറാണെന്നല്ല, ഇതുള്ളതാണ്. ഞാൻ ആദ്യം ചെയ്യുന്നൊരു പണി എന്താ, എൻ്റെ ഭാര്യനെയും കുട്ടീനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യും, പുറത്ത് പോയിട്ട് നല്ലൊരു എന്താണോ ഞാൻ കഴിച്ചത് അത് എവിടെ കിട്ടും, അത് കൊണ്ടുപോയി ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഞാൻ എൻ്റെ ചെറിയ പ്രായം ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ വാപ്പ എൻ്റെ 1 വയസ്സിൽ മരണപ്പെട്ടു പോയി. എൻ്റെ വാപ്പ എൻ്റെ 1 വയസ്സിൽ മരണപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ യത്തീമായിട്ട് അങ്ങനെ ജീവിച്ച ഒരാളാണ്. ഒരുപാട് സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങൾ, ചെറിയൊരു ഓലപ്പുര, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ എന്നെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്, എനിക്ക് ശരിക്കും അനുഭവിച്ചത്. കാരണം 1ാമത്തെ വയസ്സിൽ ബാപ്പ മരിച്ചത് മുതൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, നോക്കാൻ ആരുമില്ല, ഉത്തരവാദിത്തം ഒരാൾ ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഞങ്ങളെ നോക്കാൻ ഓരോരുത്തർ പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ലാഹുത്താല അവർക്ക് പുറത്തു കൊടുക്കട്ടെ, ഞങ്ങൾ പുറത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലാഹുത്താലയും അവർക്ക് പുറത്ത് കൊടുക്കട്ടെ, ഞങ്ങളെക്കാളും സ്പീഡിൽ അല്ലാഹു അവരെ സ്വർഗത്തിലേക്കും എത്തിക്കട്ടെ. അങ്ങനെ തോർക്കണ്ടേ, അങ്ങനെ തോർക്കണ്ടേ, അല്ലാതെ മഷറിലെത്തട്ടെ കാണിച്ചു തരാം. പിന്നെ മൈസറിൽ നമ്മളിങ്ങനെ VIP ഓഫീസർമാരാണല്ലോ, മൈസറിലേക്ക് വെക്കാൻ ആരാ സഹോദരികൾ ഇവിടെ തികഞ്ഞവരുള്ളത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വളർത്തിയത് എനിക്കറിയാം അമ്മാൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഉപ്പല്ലാത്തതിൻ്റെ സങ്കടം ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. പല സ്ഥലങ്ങളിൽ ഒരു തലോടൽ, ഒരു സ്നേഹം, എല്ലാവരും സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടാകും, അച്ഛന്മാരും ബാപ്പന്മാരൊക്കെ വരും. എനിക്ക് അങ്ങനെ ഒരാൾ വരാനുണ്ടാവില്ല. ആകെ വരാനുള്ള സ്കൂളിൽ 1ാം ക്ലാസ് പോലും സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്തൊരു പാവപ്പെട്ട ഉമ്മയാണ് എനിക്കുണ്ടായത്. അതിൻ്റെ പേരിൽ എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല, അമ്മ സ്കൂൾ പോകാത്തതിൻ്റെ പേരിൽ. പക്ഷേ എനിക്കങ്ങനെ ഉമ്മ ഉണ്ട്. പക്ഷെ വാപ്പ വരേണ്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവും സ്കൂളിൽ, അതിന് വാപ്പ ഉണ്ടാവില്ല എനിക്ക് വരാൻ. അപ്പോൾ എന്താ എൻ്റെ വാപ്പയോടേക്കും എൻ്റെ വാപ്പ പോയി ടീച്ചറേ എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു, വാപ്പ മരിച്ചപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ. ഇസ്രായേലിനോട് പറയാൻ പറ്റും, എൻ്റെ വാപ്പച്ചനെ കൊണ്ടുപോകില്ല. അങ്ങനെ ഇവിടെ നമ്മളെ വലിയപ്പ ആരും മരിച്ചു പോകില്ല, കുറേയൊക്കെ മരിച്ചു പോകണം. പ്രായമുള്ളവരായിട്ട് പറയുന്നത്, നമ്മുടെ വലിയപ്പാർ വാപ്പാർക്ക് അല്ലാഹു തആല ആഫിയത്തും ഇസ്സത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ, മരണപ്പെട്ടവരുടെ ഖബറൊന്ന് സ്വർഗ്ഗാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ, അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സന്തോഷകരമായ അനുഭവങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവണം, വേണ്ടേ? അതിന് സമയം കണ്ടെത്തണം. ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഭാര്യമാർ പറയുന്ന പരാതി, ഭർത്താക്കന്മാർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞായറാഴ്ച കറങ്ങാൻ പോയി, അടുത്ത ഞായറാഴ്ചയും കറങ്ങാൻ പോയി, പിന്നത്തെ ഞായറാഴ്ച, ഇവർ മൊത്തം കറക്കാണ്. അപ്പോൾ ഈ ഭാര്യനെയും കുട്ടികളും ആരെ കൊണ്ടുപോവാ? ഞാൻ ഈ ഒരുപാട് സഹോദരിമാരുടെ സങ്കടം കണ്ടിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആണുങ്ങളോട് വിഷമിക്കരുതെന്ന് പറഞ്ഞത്. ഞാൻ പറയും, അത് പറയേണ്ടതില്ലേ? മാട്ടിൽ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരായിരിക്കും എന്നാണ് എൻ്റെ വിചാരം, അല്ലേ? ഇല്ലെങ്കിൽ ഇൻഷാല്ലാ കുറച്ച് ശ്രദ്ധിക്കണം. ഒരു ഞായറാഴ്ച ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച പറഞ്ഞോ ഭാര്യൻ്റെ കൂടെ കുട്ടികളെ കൂടെ പോകണം. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, വേറെ ഐഡിയ ഉണ്ട്. എന്താ, എടി ഞാൻ എപ്പോഴെങ്കിലും തിരക്കായിരിക്കും, അപ്പോൾ നിനക്ക് എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ എൻ്റെ സുഹൃത്ത് റഫീഖിന് ഓനെ വിളിച്ചാൽ മതി. പറ്റുമോ? ഒരു ഐഡിയ പറയാണ്, പറ്റുമോന്ന്. അങ്ങനെ ഒരു ധാർമ്മികത നമുക്കില്ലല്ലോ, അതല്ലല്ലോ നമ്മുടെ ധാർമ്മികത. ആണോ? എൻ്റെ സുഹൃത്ത് അവനെ മൊത്തത്തിലാണ്ട് ഏൽപ്പിച്ച് കൊടുക്കേണ്ടി വരും, അത് പ്രശ്നമാവുന്നത്. റഫീഖാണെങ്കിൽ ഇപ്പോൾ റെഡി ആയിരിക്കും, ആ കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോയി. ഓൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ ഓന് സമയമില്ലാത്ത ഉണ്ടാവുള്ളൂ, ബാക്കി ഏത് പെണ്ണുങ്ങൾ വേണമെങ്കിലും ഓൻ കൊണ്ടുപോയിക്കോ.
റഫീഖ് പറഞ്ഞാൽ വേറൊരാളല്ല, നിങ്ങളും ഞാനും ഓൻ അങ്ങനെ തന്നെയാണെന്ന് പറയണ്ട. ചിലപ്പോൾ നിങ്ങളെ മനസ്സിൽ ഏതോ റഫീഖ് ഉണ്ടാവും. അയാളെ കുറിച്ചല്ല, നിങ്ങളും ഞാൻ എന്നെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞതെന്താ, ഈ സ്നേഹത്തോടു കൂടെയുള്ള യാത്രകൾ പോകണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഭാര്യയും ഭർത്താവും. ഇനി ചില യാത്രകൾക്ക് മാതാപിതാക്കളെ കൊണ്ടുപോകണം, ചില യാത്രകൾക്ക് മാതാപിതാക്കളെ കൊണ്ടുപോകണം. അടുത്തുള്ള യാത്രയൊക്കെ നിങ്ങൾക്ക് പോരാൻ കഴിയൂല, നിങ്ങൾ പോരണ്ടെന്ന് പറയണ്ട. അത് ചോദിച്ചു നോക്കുക, അമ്മ നിങ്ങൾക്ക് പോരാൻ കഴിയുമോ എന്ന് ചോദിക്കുക. ഞങ്ങൾ ബേപ്പൂർക്ക് പോകുന്നുണ്ട്, അവിടെ എന്തോ ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ പോരുന്നുണ്ടോ ചോദിക്കുക. ചിലപ്പോൾ ആ അമ്മാൻ്റെ പ്രഷറോ പിന്നെന്താ ഷുഗറോ കൊളസ്ട്രോളോ എന്തൊക്കെയോ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ബേപ്പൂർ ആ കാറ്റൊക്കെ കൊണ്ട് കടൽ തീരത്തൊന്ന് പോയി ഇരുന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞാൽ കുട്ടികളുടെ കളിഞ്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ പ്രഷറൊക്കെ കുറേ നോർമലോ ചിലപ്പോൾ. ആണോ അല്ലേ പറ? പിന്നെ ആരാ സാന്ത്വനം കൊടുക്കുക? ഒരു പഠനമുണ്ട്, ജെറിയാട്രിക്സ് എന്നാണ് അതിൻ്റെ പേര്. കേട്ടിട്ടുണ്ടാവും അല്ലേ? പൊതുപ്രവർത്തകർ, രാഷ്ട്രീയത്തിലോ മറ്റൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ജെറിയാട്രിക്സ് കേട്ടിട്ടുണ്ടാവും. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിലൊക്കെ എന്താ ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ? ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്രായമായ ആളുകളെ കുറിച്ചുള്ള പഠനമാണ്. പ്രായമായതിൻ്റെ പേരിൽ അവശതകൾ ശാരീരികമായും മാനസികമായും അനുഭവിക്കുന്നതിൻ്റെ പഠനമാണ്. അതിലുള്ള പഠനത്തിൽ പറയുന്നത് എന്താ പറയുക, മനഃശാസ്ത്ര ഭാഗം ഞാൻ പറയുന്നത്. അതിൽ പറയുന്നത് ഡോക്ടർ ജോസ് ആൻ്റണി ഉണ്ട് എറണാകുളത്ത്, ഈ വിഷയത്തിൽ എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ നല്ല പഠനം നടത്തിയ ഒരാളാണ്. അപ്പോൾ ഈ ജെറിയാട്രിക്സിൽ പറയുന്നത് എന്താണെന്ന് അറിയോ? പ്രായമുള്ള ആളുകൾക്ക് വേഗം വാർദ്ധക്യം രോഗം വരാൻ കാരണം, ശ്രദ്ധിക്കണം, പ്രായവും വാർദ്ധക്യവും രണ്ടാണ്. പ്രായമുള്ളവർക്കൊക്കെ രോഗം വന്നുകൊള്ളണമെന്നില്ല, വാർദ്ധക്യം വന്നുകൊള്ളണമെന്നില്ല. അതായത് പ്രായമായവർക്ക് പ്രായമായതിൻ്റെ ലക്ഷണങ്ങൾ വന്നുകൊള്ളണം എന്നില്ല. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. നമ്മുടെ ഒരു എക്സസൈസ് പോലും നമുക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു എക്സസൈസ്, ഒരു നടത്തോ ഒരു ചാട്ടോ കുറച്ച് എന്തെങ്കിലും ഒരു എക്സസൈസ് നമുക്കില്ലല്ലോ. ശരിക്കും ഇസ്ലാം എന്ന് പറയുന്ന മതം എക്സസൈസിനാൽ സമ്പന്നമാണ്. നിൽക്കുന്നത് എക്സസൈസിന് വേണ്ടി നീയത്ത് വെച്ചിട്ട് നിന്നാൽ എക്സസൈസിൻ്റെ കൂലിട്ട് കയറും, നിസ്കാരം കിട്ടൂല. പക്ഷെ ആ നിസ്കാരത്തിൽ എല്ലാ എക്സസൈസും ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ ഉംറയെ കുറിച്ച് ആലോചിച്ച് നോക്കിയോ? ഉംറക്ക് പോകാറുണ്ടല്ലേ നമ്മൾ? ഇടക്കിടക്കല്ല, നമ്മൾ ഇടക്കൊക്കെ പോകുമല്ലോ. ഇടക്കിടക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഇടക്കിടക്ക് പോകുന്നല്ല, ആരെങ്കിലൊക്കെ ആയിട്ട് ഇടക്കിടക്ക് പോകാറുണ്ടല്ലോ, അതാ ഉദ്ദേശിച്ച്. ഉംറ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ഉംറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 മുതൽ 10 കിലോമീറ്റർ വരെ നടത്തമാണ്. നമ്മൾ റൂമിൽ നിന്ന് അങ്ങോട്ടെത്തി, അവിടെ ഒരു 7 എണ്ണം ചുറ്റി, പിന്നെ ഒരു 7 സായി മാത്രം തന്നെ ഉണ്ട്. അങ്ങോട്ട് സായി മാത്രം തന്നെ ഉണ്ട്, ഏകദേശം 3 കിലോമീറ്റർ 7 സായി മാത്രം. പിന്നെ ബാക്കി ആ തവാഫിൻ്റെ തിരക്കനുസരിച്ച് വൈഡും ഷോർട്ടൊക്കെ ആയിട്ട്, പിന്നെ റൂമൊക്കെ ഇങ്ങോട്ടുള്ള നടത്തവും അങ്ങോട്ടുള്ള നടത്തവും, ഇതെല്ലാം കൂടെ കൂടുമ്പോൾ ഒറ്റ ഉംറ ഏകദേശം 7 മുതൽ 10 വരെ കിലോമീറ്റർ ഉണ്ട്. അത് നമ്മൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇസ്ലാം ശാരീരികമായ എക്സസൈസുകളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. പ്രായമായ ആളുകൾക്ക് വേഗം രോഗം വരാനും വന്ന രോഗം മാറാതിരിക്കാനും വാർദ്ധക്യം ക്ഷീണം വേഗം വരാനും പെട്ടെന്ന് മരിച്ചു പോകാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അവഗണന. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അവഗണനയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും വാർദ്ധക്യമാകും നമ്മൾ ചിന്തിക്കണം. അതിന് വേണ്ടിയിട്ടല്ല. നാളെ ഞാൻ വാർദ്ധക്യമാകുമ്പോൾ പിന്നെ എനിക്കൊരു സഹായം കിട്ടാൻ വേണ്ടി വല്യാപ്പാനെ നോക്കാമെന്ന് നീയത്ത. അപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്, വല്യാപ്പക്ക് വേണ്ടി അല്ലത്, നാളത്തെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. മലയാളികൾക്ക് ഈ വിഷയത്തിൽ ഒരു റോങ് ആയ ഒരു ചിന്ത ഉണ്ട്. അതെന്താണെന്നറിയോ? പ്രായമായി കഴിഞ്ഞാൽ രോഗം വരും, അത് വരൽ നിർബന്ധമാണ് എന്നൊരു ചിന്ത നമുക്കുണ്ട്. അത് മാറ്റേണ്ടതാണ്. അത് കാലങ്ങളായി നമ്മുടെ ചിന്തയിൽ വന്ന. പണ്ട് ഒരു കഥ പറയാറുണ്ട്. ജബ്ബാറാജി ഡോക്ടറെ കാണാൻ പോയി, കാലിന് വേദന വന്നപ്പോൾ. നിങ്ങൾ കേട്ട തമാശയാണത്. ജബ്ബാറാജി ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ കാലിന് വേദനയാണെന്ന്. അപ്പോൾ പറഞ്ഞു പ്രായം കൊണ്ടാണെന്ന്. അപ്പോൾ ജബ്ബാറാജി പറഞ്ഞു, എന്താ ഡോക്ടർ നിങ്ങൾ തമാശ പറയുന്നത്? പ്രായം കൊണ്ടാണെങ്കിൽ മറ്റേ കാലിനും 70 വയസ്സായില്ലേ? ഈ കാലിന് മാത്രമല്ലല്ലോ 70 വയസ്സ്. 70 വയസ്സ് ഈ കാലിനും ആയിട്ടില്ലേ? അപ്പം എന്താ അതിന് വേദന വരാത്തത്? അപ്പോൾ അതിന് ഉത്തരം ഉണ്ടാവില്ല. സംഭവം അത് പ്രായവാദന തന്നെയാണ്. പക്ഷെ വന്നപ്പോൾ തുടക്കപ്പെടാനുള്ളൂ, കുറേ കഴിയാതെ അങ്ങോട്ട് എത്തിക്കോളുന്നാണ് ഡോക്ടർ പറഞ്ഞു കൊടുത്തത്. എന്താ സംഭവം? നമുക്കൊരു പ്രയോഗമുണ്ട്. വേഗം കല്യാണം കഴിച്ചോ. ആണുങ്ങളോട് പറയും വേഗം കല്യാണം കഴിച്ചോട്ടോ, അല്ലെങ്കിൽ പ്രായമായി കിടക്കുന്ന സമയത്ത് കൈ പിടിക്കാൻ ഒരാളുണ്ടാവില്ല എന്ന് പറയാറില്ലേ? അതിലൊരു അപകടമുണ്ട്. അതെന്താണെന്നറിയോ? പ്രായമായാൽ ഞാൻ രോഗിയായും കിടക്കേണ്ടി വരും, എഴുന്നേൽപ്പിക്കാൻ ഒരാൾ വേണ്ടി വരും എന്ന് ഇപ്പോഴേ മനസ്സുകൊണ്ട് സമ്മതിച്ചു. പറഞ്ഞ് സംഗതി മനസ്സിലാവുണ്ടോ? ശരിക്കും അങ്ങനെയല്ല പറയണ്ടേ. എടാ വേഗം കല്യാണം കഴിച്ചോ. അതെന്തേ? പ്രായമായിട്ട് നീ 70-75 വയസ്സൊക്കെ ആയിട്ട് സ്വിറ്റ്സർലൻഡിലൊക്കെ കറങ്ങാൻ പോകുമ്പോൾ കമ്പനിക്ക് ഒരാൾ വേണ്ടേ? അങ്ങനെ പറയണ്ടേ? ആ രീതിയിലേക്ക് മാറണം ആ ചിന്താഗതി. പറഞ്ഞ മനസ്സിലായിണ്ടാ? ഈ ചില പെണ്ണുങ്ങൾ, ഉമ്മമാര്, വല്യപ്പാരൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ കൈയും കാലും പിടിക്കാൻ 4 ആളുള്ളത് കൊണ്ടാണ് ഒരു കിടപ്പിലായത്. ആരില്ലെങ്കിൽ ഉഷാറായിട്ട് നടക്കുവര്. അതിന് തെളിവ് എന്താണെന്നറിയോ? നിപ്പ എന്ന് പറയുന്ന അസുഖം. നിപ്പ കോഴിക്കോട് വന്നപ്പോൾ കുറച്ച് മുമ്പ്, എപ്പോൾ നിപ്പ വന്നിരുന്നത് ചൈനീസ് നിപ്പയാണ് തോന്നുന്നു, പെട്ടെന്ന് പോയിനത്.
അല്ല പണ്ടൊരു ചൈനക്കാരി പെണ്ണ് അല്ല ഒരു മലയാളി പെൺകുട്ടി ചൈനക്കാരനെ കല്യാണം കഴിച്ചത്രേ. തമാശക്കഥ ഉണ്ടോ എനിക്കറിയില്ല. അവ കല്യാണം കഴിച്ചു, അവർ കുട്ടി ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മരിച്ചു. അപ്പോൾ ഈ ചൈനക്കാരനോട് ഭർത്താവിനോട് ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്കറിയാതെ വേഗം മരിക്കുമെന്ന്, കാരണം ചൈനൻ്റെ പ്രോഡക്റ്റ് അല്ലേ, ഇത് വാലിഡിറ്റി ഉണ്ടാവില്ല എന്ന്. അപ്പം നിപ്പ എന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? നിപ്പ വന്നാലും മരിച്ചു പോകുന്ന ഉറപ്പാണെന്ന് എല്ലാവരും പറഞ്ഞിട്ട് ആകെ പേടിച്ചു. അങ്ങനെ ഒരു മാരകമായ അവസ്ഥയിലാണ് അത് വന്നത്. അപ്പം ഇപ്പുറത്ത് കുഴഞ്ഞു കിടക്കുന്ന ആൾക്കാരൊക്കെ മോന് ബാത്റൂമിൽ പോയതായിരുന്നു. ബാത്റൂമിൽ പോയാൽ മോൻ തിരിച്ചു വരുമ്പോൾ കുഴഞ്ഞു കിടക്കുന്ന വലിയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്, വേഗം പോവാ, എന്ത് അപ്പുറത്ത് നിപ്പുണ്ട്, അപ്പം നിങ്ങൾക്ക് എഴുന്നേക്കാൻ കഴിയോ, മിണ്ടരുത് വേഗം പോരി, ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട്. ശരിക്കും ആ രീതിയിലാണ് നടന്നത്. അപ്പം എന്താ സംഭവം എന്നറിയോ? പിടിക്കാനും താങ്ങാനും കുറച്ച് ആൾക്കാരുണ്ട് എന്ന് തോന്നുമ്പോൾ ഒന്നും കൂടെയാണ് കുഴയത്. അഭിനയമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പ്രായമുള്ള ആൾക്കാരില്ലേ, പ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 90-80 വയസ്സിൽ, ബാക്കിയുള്ളവർക്ക് ചെറുപ്പക്കാരന്മാരുമാണ്. അങ്ങനെ പ്രായമുള്ള ആൾക്കാരെ ഒന്ന് എൻഗേജ് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ കടൽ തീരത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ആ രീതിയിലൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അവരുടെ ഹെൽത്ത് മെച്ചപ്പെടും. ഞാനൊരിക്കൽ വയനാട് ഒരു മല കയറാൻ പോയി. ഞങ്ങളൊരു 8-9 ആൾക്കാരുണ്ടായിരുന്നു, 9 ആൾക്കാരുണ്ടായിരുന്നു. മല കയറാൻ പോയി. വയനാട്ടിലെ ഏറ്റവും ഹയസ്റ്റ് മലയാണ് ചെമ്പ്ര പീക്ക്. അതിൻ്റെ മേലെ ലവ് ലേക്കൊക്കെ ഉണ്ട്. ഈ ചെമ്പ്ര പീക്ക് കയറാൻ ഒരു അനുഭവം പറയാൻ, ഈ മല കയറാൻ പോയ സമയത്ത് ഏകദേശം ഹൈറ്റ് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ട് നോക്കാം അല്ലേ, അർജൻറ്റുള്ള നോക്കലാണോ, ഞാൻ കൂടെ കൂടണോ? അതല്ല ഇങ്ങോട്ട്. അപ്പോൾ ഈ ചെമ്പ്ര പീക്ക് എന്ന് പറയുന്ന മല ഇങ്ങോട്ട് നോക്കല്ലേ, ചെമ്പ്ര പീക്ക് വയനാട്ടിലെ ഏറ്റവും ഹയസ്റ്റ് മലയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 9 ആൾക്കാർ ഏകദേശം ഹൈറ്റിലെത്തി. അപ്പോൾ ഹൈറ്റിലെത്തിയ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് തലകറങ്ങ ഡിസിനസ് വന്നു. അപ്പോൾ അയാൾ അല്പനേരം വിശ്രമിക്കണം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, വിശ്രമിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ കിടന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ വെയിറ്റ് ചെയ്തു. ആ സമയത്തുണ്ട് കണ്ടാൽ കുറച്ചൊക്കെ ഒരു പ്രായം തോന്നുന്ന ഒരു ലേഡി സ്പീഡിൽ മല കയറി പോകുന്നുണ്ട്. ആ മലയുടെ ഏകദേശം ടോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോഴും നല്ല ചുറുചുറുക്കോടെ സ്പീഡിലാണ് ഈ പെണ്ണ് മല കയറി പോകുന്നത്. അത്യാവശ്യം ഒരു പ്രായം തോന്നും കണ്ടാൽ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്തിനാ ഈ മല എത്ര സ്പീഡിൽ കയറുന്നു ചോദിച്ചു. നിങ്ങൾ കണ്ടാൽ കുറച്ചൊക്കെ പ്രായമൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണ് പറഞ്ഞ എന്താണെന്നറിയോ, ഐ എം നോട്ട് ഏജ്ഡ്, ജസ്റ്റ് 64 എന്ന്. എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല, 64 ആയിട്ടുള്ളൂ. ഈ പെണ്ണ് 64 വയസ്സിൽ നമ്മുടെ വല്യമാരുടെ അവസ്ഥ ആലോചിക്കുക. ഈ കാലിന് വേദന, ചില ആൾക്കാർക്ക് ചിന്തിക്കുന്നത് എന്താ, അല്ല ഈ മുട്ടിനെന്താ വേദന വരാത്തത്, ഇത് ഒറിജിനൽ അല്ലേ, എന്താ വേദന വരാത്തത് എന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ അവിടെ ഓരോരുത്തർ. കാരണം എൻ്റെ കൂട്ടുകാരൻ ജബ്ബാറിന് വന്നല്ലോ, സത്താറിന് വന്നല്ലോ, മന്നാൻ എല്ലാവർക്കും വന്നല്ലോ, എനിക്ക് മാത്രം എന്താ വരാത്തത് എന്ന ചിന്തയില്ല. ഞാൻ അതൊക്കെ പറഞ്ഞു എന്തിനാ വെച്ചാൽ ഒരു മാനസികാവസ്ഥയാണിത്. 2 കാര്യത്തിൽ അത് പറഞ്ഞത്. ഒന്ന്, പ്രായമുള്ള ആളുകളെ ആക്ടിവിറ്റികളിൽ എൻഗേജ് ചെയ്യിക്കണം. അത് വലിയ ബറക്കത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ, അതേപോലെ ഗ്രാൻഡ് പാരൻസ്, വല്യപ്പന്മാർ വല്യമ്മമാർ, അതേപോലെ അമ്മായി മൂത്തമ്മ ഇളയമ്മ, ആ കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ അവരെ പ്രത്യേകമായി നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുമെന്നാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞൊന്ന് വിഷയമായിരുന്നു, യാത്രകൾ പോകുമ്പോൾ കുടുംബത്തെ, ബാപ്പാനെ, ഉമ്മാനെ, വല്യമ്മാനെ ഒക്കെ കൊണ്ട് കഴിയുന്ന കൊച്ചു യാത്രകൾ, കുറേ ദൂരം പോവുക, കുറേ ചെലവഴിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെലവഴിച്ചാൽ മതി. ഇത് വേറെ വിഷയം കൂടെ പറയാണ്ട്, സമയക്കുറവുണ്ട്, ഞാൻ ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ പറഞ്ഞു നിർത്തും. പിന്നെ പറഞ്ഞ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ കണ്ട് അത് പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ പറയും. അത് നേരത്തെ ആണുങ്ങളെ പറ്റി പറഞ്ഞ കാര്യം പെണ്ണുങ്ങളെ കുറിച്ച് വിഷയം ഞാൻ എന്തായാലും പറയാം. എന്താ കാര്യം എന്നറിയോ, ഈ സ്ത്രീകൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നില്ല, ഉണ്ടെങ്കിൽ കൈ പൊക്ക കുറച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആര് കൈ പൊക്കണം, ഉണ്ടാക്കുന്നല്ലാതെ. എൻ്റെ സംഭവം തന്നെ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത് സ്റ്റാറ്റസ് പാളി നോക്കും, സ്റ്റാറ്റസ് ഇങ്ങനെ പാളി നോക്കും. സ്റ്റാറ്റസ് വെക്കുക, എത്ര ആൾ കണ്ടു നോക്കുക, സ്റ്റാറ്റസ് വെക്കുക, എത്ര ആൾ കണ്ടു നോക്കുക. സഹോദരങ്ങളെ, മനോരോഗമാണത്. ഈ സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ട്. സെൽഫിയെ കുറിച്ച് സൈക്കോളജിയിൽ ഒരു പഠനമുണ്ട്. എന്താ പറയുന്നത് അറിയോ, സെൽഫിസം. അതായത് ഒരാൾ ഒരു ദിവസം 4-5 സെൽഫി എന്തെങ്കിലും ഒരു ദിവസം എടുക്കുന്നതിനെ കുറിച്ചല്ല, മിക്കവാറും ദിവസങ്ങളിലും ഒരാൾ 4-5 സെൽഫി എടുക്കുന്നവരാണെങ്കിൽ അതൊരു തരം മനോരോഗത്തിൻ്റെ ലക്ഷണമാണ്. നാർസിസിസ്റ്റിക് ടെൻഡൻസി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് മനോരോഗമാണ്. അത് ഭാവിയിൽ ബുദ്ധിമുട്ടാവും, പണി പാളാൻ സാധ്യതയുണ്ട്. അതേസമയം ഞാൻ പറഞ്ഞു വന്നത്, ഈ പെൺകുട്ടികളൊരു പരിപാടിയുണ്ട്, സോഷ്യൽ മീഡിയ എങ്ങനെ കാണും. സോഷ്യൽ മീഡിയ ഞാൻ തുറന്നു പറയാമെന്ന് പറഞ്ഞു, ആ കൂട്ടത്തിൽ വേറെ കാര്യം കൂടി തുറന്നു പറയാം. സോഷ്യൽ മീഡിയയിൽ കുറേ കപ്പിൾ വ്ളോഗേഴ്സിനെ നിങ്ങൾ കാണും. ഞാൻ അവരെ കുറ്റം പറയല്ല, അതിൻ്റെ ദീനിൻ്റെ ഹുക്കുമുകളൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ചവർ മനസ്സിലായിക്കോട്ടെ. ഒരാണിനും പെണ്ണിനും പബ്ലിക്കിൽ മീഡിയൻ്റെ മുമ്പിൽ വന്നിട്ട് വീഡിയോ ചെയ്യാൻ പാടുണ്ടോ, അത് ഹലാലാണോ, അത് ഹറാമോ, പണ്ഡിതന്മാരത് പറഞ്ഞു തരും. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അത് ഹലാലല്ല. അല്ല
പറഞ്ഞാൽ പേടിക്കണ്ട. അതിപ്പോൾ ചിന്തിക്കേണ്ട വിഷയമാണത്. നമുക്ക് ആധുനിക കാലല്ലേ, അതല്ല, അതിലൊന്നും കാര്യമില്ല മകൾ. എന്താ പിന്നെ ഒരു കാര്യം ചെയ്യണത്, അല്ല പറഞ്ഞ് കേൾക്കാൻ കഴിയൂലെങ്കിൽ അള്ളാഹിൻ്റെ ഇഷ്ടക്കാർക്ക് അല്ല പറഞ്ഞത് കേട്ടവർക്ക് കൊടുക്കുന്ന സ്വർഗം ചോദിക്കരുത്. അവിടെ ഒരു മാന്യത കാണിച്ചാൽ മതി. ഏതോ ഉസ്താദ് വന്നിട്ട് സ്വർഗം തന്നെ തോർക്കുമ്പോൾ ഉണ്ടാക്കണം, കാരണം എനിക്ക് അതിൽ കിട്ടില്ല എന്ന് ഉറപ്പ്. അവിടെ ഉൾപ്പില്ലാതെ അഹമയും പറയരുത്. ഞാൻ തമാശയിലൂടെ ഒരു കാര്യം പറഞ്ഞത്, ഞാൻ പറഞ്ഞു വന്നതാണ്. ഈ കപ്പിൾസ് വ്ളോഗേഴ്സിൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ട, അപ്പോൾ അവരെന്ത് ഈ വീഡിയോ ഇടും, ഞങ്ങൾ മാളിൽ പോയപ്പോൾ എന്താണ്, മാളിലെത്തി, അല്ലാതെ എന്നിട്ട് മാളിൽ പോയപ്പോൾ ഞങ്ങൾ വാങ്ങിയത്, പിന്നെ അവിടെ ഒരു ജ്യൂസ് കഴിച്ചു, പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ബൈ ദ വേ ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ഇത് ജ്യൂസ് കഴിച്ചു, പിന്നെ ഞങ്ങൾ ബ്രോസ്റ്റ് കഴിച്ചു, ഞങ്ങൾ പെട്ടെന്ന് വീണ്ടും വിശപ്പ് തോന്നിയപ്പോൾ ഒരു ബ്രോസ്റ്റും കൂടെ കഴിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബർഗറാണ് കഴിച്ചത്, ബർഗറിന് 500 രൂപയാണ് ആയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമ്മുടെ സമയം നിഅമതാനി മഖ്ബൂനു ഫീഹിമ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ഒഴിവ് സമയം, നിങ്ങളുടെ ആരോഗ്യം. ഇത് റസൂലുള്ളാഹി പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആ രണ്ട് കാര്യങ്ങൾ കെയർ ചെയ്യാൻ കഴിയാത്തവർ നഷ്ടത്തിലാണെന്നാണ്. എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ ദയവ് ചെയ്തൊന്നും മനസ്സിലാക്കണം. എന്നിട്ട് രസം അവിടെ അല്ല. എന്നിട്ട് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭർത്താവും ഭാര്യയും മാളിൽ കറങ്ങാൻ, പുറത്തുപെടണം കേട്ടോ, ബാക്കിലാകുന്നതിന് മാളിൽ കറങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലൊക്കെ പോയത്, ഇതെല്ലാം കൂടെ എടുത്തിട്ട് വീഡിയോ ഇടും. എന്നിട്ട് അതിൻ്റെ താഴെ പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്യും, ഓ എത്ര നല്ല ജീവിതം അല്ലേ, ഞാനൊക്കെ ഇങ്ങനെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, അല്ലാ പഠിച്ചോനെ. എന്നിട്ട് അന്ന് രാത്രി ഭർത്താവ് വരുന്നത് കണ്ടാൽ കാലമാടൻ വരുന്നു, എങ്ങനെയൊക്കെയോ പിടിച്ചു വെക്കത്. ഇനി ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞുതരാം. 3 കപ്പിൾസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആര്? വ്ളോഗ് ചെയ്യുന്നത് 3 എണ്ണം. ഈ 3 ആളുകളും വളരെ സജീവമായിട്ട്, ആളെ പേര് ഞാൻ പറയൂല, കാരണം വ്യക്തിപരമായ പേര് പറയാൻ പാടില്ല. 3 വ്ളോഗേഴ്സ്. ഈ വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ താഴെ എന്തുണ്ട്, പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊരു നല്ല ജീവിതം അല്ലേ, എന്തൊരു സുന്ദരമായ ജീവിതം അല്ലേ. അവർ മൊത്തം അടിയാ. അതിൽ ഒരാൾ ഡൈവോഴ്സിൻ്റെ വക്കീലാണ് നിൽക്കുന്നത്. അവർ പുതിയ വീഡിയോ കാണുന്നില്ല. ഡൈവോഴ്സിന് ഞാൻ അവരെ കളിയാക്കി, അല്ലാതെ നല്ല ജീവിതം അവർക്ക് കൊടുക്കട്ടെ, നമ്മളവർ അതിൽ സന്തോഷിക്കാൻ പാടില്ല, വേറെ ആൾക്ക് വിഷമമുണ്ടാകുമ്പോൾ സന്തോഷിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞെന്താ, അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ലൈഫ് ഒറിജിനൽ അല്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അത് കണ്ടിട്ട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ, നോ, അത് ഒറിജിനൽ അല്ല. ഒറിജിനൽ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കപ്പിൾ കൂടെ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരാൻ പാടില്ല. അത് എൻ്റെ അനുഭവം 3 എണ്ണം. അങ്ങനെ എത്ര ആളെടുത്ത് വരെ പോയിട്ടുണ്ടാവും, എത്ര പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടാവും. അത് കാണാത്തതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇപ്പോൾ ആഗോളതലത്തിൽ വളരെ ഫേമസ് ആ ഇൻഫ്ലുവൻസേഴ്സ്, അവർ അറബ് പെണ്ണും ഭർത്താവും ഈ അടുത്ത് അടിച്ചു പിരിഞ്ഞിട്ടുണ്ട്. അവരെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ അടുത്ത് അറിയല്ലേ, കണ്ട മനസ്സിലാവും, സാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവരടിച്ചു പിരിഞ്ഞു, എന്നിട്ട് ആകെ പ്രശ്നത്തിലാണ്. ഞാൻ പറയുന്നത്, ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ കാണുന്ന ലൈഫ് ഒറിജിനലാണെന്ന് പെണ്ണുങ്ങൾ വിചാരിക്കരുത്. അത് കണ്ടിട്ട് ഭർത്താക്കന്മാർക്ക് മാർക്കിടാൻ പോകരുത്. അവൾ അവിടെ പോയിട്ടുണ്ട്, മറ്റവൾ ഇവിടെ പോയിട്ടുണ്ട്, നിങ്ങൾ എന്നാ അങ്ങനെ ചോദിക്കരുത്. അത് ഒറിജിനൽ അല്ല എന്നാ പറയുന്ന കാര്യം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ പ്രസംഗിച്ച കുറേ വീഡിയോ യൂട്യൂബിലുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, എന്ത്, ഭർത്താവ് ഭാര്യയെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഭർത്താവ് ഭാര്യയെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ആ വീഡിയോൻ്റെ താഴെ കുറേ പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്യും, ഇയാളുടെ ഭാര്യ എന്തൊരു ഭാഗ്യവതിയായിരിക്കും എന്ന്. ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറ, എൻ്റെ ഭാര്യ ഭാഗ്യം എൻ്റെ ഭാര്യ ഭാഗ്യം എന്ന് ഓരോട് വിളിച്ച് ചോദിക്കണോ? ഞാൻ പറഞ്ഞത് കറക്റ്റായിരിക്കും, ഞാൻ അങ്ങനെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഉറപ്പിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ തന്നെയാണ് കെയർ ചെയ്യേണ്ടത്. പക്ഷേ അതനുസരിച്ചിട്ട് എൻ്റെ ഭാര്യ ഭാഗ്യം നിങ്ങൾ തീരുമാനിക്കൽ എങ്ങനെ? എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞത് മാത്രം ഉള്ളെങ്കിലോ, വീട്ടിൽ മൊത്തം ഞാൻ എൻ്റെ ഭാര്യനെ ഇടങ്ങാറാക്കുന്ന ആളാണെങ്കിലോ, അല്ലേ? അങ്ങനെ ആയിക്കൂടെ? ഇതാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സാധനം വെച്ച് നിങ്ങൾ ഫൈനലാക്കാൻ പാടില്ല. പക്ഷേ അത് 1-2 കാര്യം കൂടെ പറഞ്ഞ് നിർത്തും. പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ യാത്രയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഭർത്താവ് ഭാര്യ മക്കളെയൊക്കെ കൂട്ടിയിട്ട് കൊച്ചു യാത്രകൾ പോകണം, തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങൾ കാണണം. കുറേ ദൂരെ യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ ജോർജിയും അർമേനിയും ഒന്നും ചിന്തിക്കേണ്ട. യാത്ര പറഞ്ഞാൽ നിങ്ങളെ ആ പറമ്പിൻ്റെ അറ്റത്തൊരു തോടില്ലേ, അവിടെ പോയി ഇരിക്കലും യാത്രയാണ്. അത് ശരി. ഇത് കുറേ 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്കാർ നിങ്ങളെ തോട് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരും. നിങ്ങളൊരു 25 കിലോമീറ്റർ അപ്പുറത്ത് മല കാണാൻ പോകും. അതിൻ്റെ 40 കിലോമീറ്റർ അപ്പുറത്ത് ഇങ്ങനെ പോവാണിത്. ഈ തോടിൻ്റെ ഒരു സൗന്ദര്യം കൂടെ നിങ്ങളുടെ തൊട്ട് മുമ്പിലെ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് മനോഹരമായി പുഞ്ചിരിച്ച് പുഷ്പിച്ച് നിൽക്കുന്ന റോസാപ്പൂവിൻ്റെ സുഗന്ധം, അതിൻ്റെ ആ ഒരു ഡെക്കറേഷനിലെ മനോഹാരിത, ആ മനോഹാരിത കണ്ട് ആസ്വദിക്കാൻ കഴിയാതെ നിങ്ങൾ എവിടെ പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ അപ്പുറത്ത് പാടത്തിൻ്റെയും തോടിൻ്റെയും പുഴ ഉണ്ടെങ്കിൽ ആ പുഴയുടെയും
അപ്പുറത്തൊരു പർവ്വതം ഉണ്ടെങ്കിൽ ആ പർവ്വതത്തിൻ്റെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാതെ നിങ്ങൾ ലഡാക്കിൽ പോയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അത് ആസ്വദിക്കാൻ പറ്റണം. എന്നിട്ട് പിന്നെ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് പോകണം, പിന്നെ ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. ആ രീതിയിൽ യാത്രകൾ പോകണം. ഇനി ഞാനിതിൽ പറയാൻ വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായിമാരുടെ ഒരു നിലപാടിനെ കുറിച്ചാണ്. അത് അമ്മായിമാർ നല്ല കരുതിയിരുന്നല്ലോ, ഒരു പണി ഒന്നുമില്ല. ചില അമ്മായിമാർ ഇവിടെ ഉണ്ട്, മരുമക്കളെ ഇടങ്ങാറാക്കുന്ന അമ്മായിമാർ കൈവക്കിയേ. പിന്നെ നിങ്ങൾ കൈവക്കാതെ മരുമക്കളെ ഇടങ്ങേറാക്കിയിട്ട് കണ്ടാൽ സാധുവായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതിൻ്റെ സ്വഭാവം വീട്ടിൽ ചെന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ കളിയാക്കല്ല, യാഥാർത്ഥ്യം പറയണം. അതേസമയം വേറെ ചില ഉമ്മമാരുണ്ട്, കയറി വന്ന മക്കളുടെ ഭാര്യമാരൊക്കെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ പോയിന്റ്. ഒരു ഉമ്മാൻ്റെ മോള് ആ ഉമ്മാൻ്റെ മോളുടെ ഭർത്താവിൻ്റെ കൂടെ കറങ്ങാൻ പോയാൽ, കറങ്ങാൻ പറഞ്ഞാൽ പുറത്തിങ്ങനെ സ്ഥലങ്ങൾ കാണാനൊക്കെ പോയാൽ ഈ ഉമ്മാൻ്റെ ഏട്ടത്തി കനിയത്തിക്ക് വിളിച്ചു പറയും. അത് പിന്നെ പൊന്നൂനിയും കൊണ്ട് ഓന് മലമ്പുഴക്കൊക്കെ പോയിട്ടുണ്ട്, ഓൻ നല്ല കുട്ടിയാ, ഒരു മൂന്നാർക്ക് പോയത് 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്തോ ഒരു സന്തോഷം എന്ന് പറയാം പറഞ്ഞു കേൾക്കാൻ. അതിങ്ങനെ വിളിച്ചു പറയും. ആരെയും മോളും ഭർത്താവും പോയത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് പറയേ പറ. മകനും മകൻ്റെ ഭാര്യയും കൂടെ ഒരു വൈകുന്നേരം ഒരു 3-4 മണിക്കൂറൊന്ന് കോഴിക്കോട് ബീച്ച് കാണാൻ പോയാൽ, അങ്ങനെയുള്ള ചില ഉമ്മമാരുണ്ട്. അത് ഇവിടെ നാട്ടിൽ കുടുംബത്തിലുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവരെ ഇടങ്ങാറൊക്കെ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വെടിച്ച് കൊന്നാൽ മതി. തമാശ പറഞ്ഞാട്ടെ, വെടിച്ച് കൊല്ലൊന്നും വേണ്ട, പാവ നമ്മൾ ഉമ്മമാരെ മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ്. ആ സ്വഭാവത്തെ വെടിവെച്ച് കൊല്ലാന്ന് ഉദ്ദേശിച്ചു. ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ, മകൻ മോളും മോളുടെ ഭർത്താവും പോയത് ഒരു സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ യാത്രയാണെങ്കിൽ മകനും ഭാര്യയും പോകുന്നതും അങ്ങനെ തന്നെയല്ലേ ആവേണ്ടത്. അത് അമ്മാഷന്മാരും ശ്രദ്ധിക്കണോ. അമ്മോശന്മാർ പൊതുവെ ഈ വിഷയത്തിൽ ഇടപെടാറില്ല. ഈ ആണുങ്ങൾ ഞാൻ ഭയങ്കര നിരീക്ഷകനാട്ടോ. ഓരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കും. അപ്പോൾ നോക്കും മനസ്സിലായത് മഹല്ല് പ്രസിഡൻ്റൊക്കെ ആയിരിക്കും, വീട്ടിൽ പ്രസിഡന്റ് വേറെ ആളായിരിക്കും. സത്യം, അത് ഭയങ്കര പേടി. അത് നമുക്ക് പിന്നെ താത്താനോട് ചോദിച്ചിട്ട് ചെയ്യാതൊക്കെ പറയാം. താത്താറുടെ മുപ്പര ഭാര്യ എന്താണെന്നറിയോ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ് കൊളായി കഴിഞ്ഞാൽ പുള്ളിക്കാരെ വെറുതെ വിടൂല. സംഭവം നാട്ടിലിങ്ങനെ വിറപ്പിച്ച് രാഷ്ട്രീയത്തിലും ഇതിലൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്താ പറയുക, കാലങ്ങളെ കൊണ്ട് ഈ പെണ്ണുങ്ങൾക്ക് സ്വഭാവം ഉണ്ട്. നിങ്ങൾക്കല്ല കേട്ടോ, വേറെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ ആ അവിടുത്തെ താത്താർക്ക്, അപ്പുറത്തെ താത്താൻ്റെ കുടുംബക്കാരത്തിലുണ്ടോ എനിക്കറിയില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്തൂല. അല്ലേ, എന്താ പറയല്ലേ അല്ലേ, എന്തൊക്കെ പറഞ്ഞതിനെ പിന്നെ പറയും. അതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് എന്താ അതിൻ്റെ പേര്, മെനപ്പോസ് എന്ന് പറയും. മെനപ്പോസ് പറഞ്ഞാൽ ഈ ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേകമായൊരു വാശിക്ക് വരും പെണ്ണുങ്ങൾക്ക് ആ സമയത്ത്. ഇങ്ങനെ അപ്പോൾ ഒരാൾ ചോദിച്ചു, PMS മെനപ്പോസും ഒന്നിച്ചുണ്ടായി എന്താ കാട്ടെന്ന് ചോദിച്ചു. PMS എന്ന് പറഞ്ഞാൽ ഈ മെൻസസിൻ്റെ തൊട്ട് മുമ്പ് പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു ഇടങ്ങാറാ. മരുവൾക്ക് PMS അമ്മായിമക്ക് മെനപ്പോസും കൂടെ വന്നാൽ എന്താ കാട്ടെന്ന് പറയും. UN ഇടപെട്ടാലും ആ പ്രശ്നം തീരാൻ സാധ്യതയില്ല, അത്ര ഗൗരവമായിരിക്കും. വേഗം PMSൻ്റെ പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കാൻ ഇതൊന്നും ശരിയാകുന്നവരെ പറയാൻ മനസ്സില്ല. PMS പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്ക് മെൻസസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പൊരു പ്രയർ ടു മെൻസസ് 7 days 10 days ആയിട്ടൊരു 75% പെണ്ണുങ്ങൾക്കുണ്ട് ഒരു പ്രത്യേകമായ ഒരു വട്ട് തന്നെ. അങ്ങനെയല്ല, ഒരു ക്രാങ്കി എന്നൊക്കെയാണ് അതിൽ സൈക്കോളജിയുടെ ടെക്സ്റ്റിലൊക്കെ കാണുന്ന വാക്ക്. ഒരു ഔട്ട് ഓഫ് കൺട്രോള്. ആ സമയത്ത് ഡ്രസ്സ് അയൺ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അയൺ ചെയ്താൽ എന്താ എന്നും ഞാൻ തന്നെ അയൺ ചെയ്തു, ഞാൻ പണിക്കാരിയാ, അത്തരം ഡയലോഗ് വരുമ്പോൾ ശ്രദ്ധിക്കണം, മിക്കവാറും ടൈമായിരിക്കും. അങ്ങനെ ഈ പെണ്ണിൻ്റെ ഈ സ്വഭാവം അമ്മായിമാൻ്റെ ഇത് രണ്ടും കൂടി ഒന്നിച്ച് വന്ന് ആകെ പ്രശ്നവും. വേഗം കൂടെ മാറ്റുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയതാണ്, അമ്മായിമാരെന്താ ചെയ്യണമെന്ന് ശരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് ചില യാത്രകൾ വാപ്പാനും ഉമ്മാനെയും കൊണ്ടുപോകണം. അല്ല, നമ്മളെ വാപ്പാനെ നമ്മളെ വാപ്പ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ വാപ്പ നമ്മളെ വാപ്പ തോട്ടത്തിലൊക്കെ പോയി അധ്വാനിച്ച് അവർക്ക് വേപ്പൂര് കാണാനും മലമ്പുഴ മൂന്നാർ കാണാനും ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല, മൂന്നാർ ആ കാലത്ത് ഇല്ലാത്തത് കൊണ്ടുമല്ല, അവരുള്ള പൈസ കൂട്ടിവെച്ച് ഓരോ കുട്ടിനെ കെട്ടിക്കാനും ഓരോ കുട്ടിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂട്ടിവെച്ച് സ്വന്തമായിട്ട് നല്ല വസ്ത്രം പോലും ധരിക്കാതെ, സ്വന്തമായിട്ട് രോഗം വന്നപ്പോൾ ചികിത്സിക്കാൻ വേണ്ടി പൈസ പോലും കുറേ ചെലവഴിക്കാതെയാണ് കാത്തു വെച്ചാണ് ഓരോ മക്കളെ കെട്ടിച്ചു വിട്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, മക്കൾ ചേർന്നിട്ട് മാതാപിതാക്കളെ കൊണ്ട് യാത്ര പോകണം. ഇനി ഈ കൂട്ടത്തിൽ ഒരു നാട്ടിൽ കുടുംബസംഗമല്ല, ഒരു തീരുമാനം ഉണ്ടാവട്ടെ. എന്താണെന്നറിയോ, ഏതെങ്കിലും ഉംറ ചെയ്തിട്ടില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ, ഇനി അതിന് പെട്ടെന്ന് കഴിയില്ല എങ്കിൽ മക്കയും മദീനയും ഈ കാലം വരെ കാണാൻ കഴിയാത്തവരുണ്ടെങ്കിൽ മക്കളും മരുമക്കളും ഒരു തീരുമാനം ഇപ്പം എടുക്കുക. ഈ നാട്ടിൽ കുടുംബസംഗമത്തിൻ്റെ ഒരു തീരുമാനമായി വരട്ടെ. എന്ത്, ഞങ്ങളമ്മ ഇതുവരെ മദീന കണ്ടിട്ടില്ലല്ലോ, ഞങ്ങളമ്മ ഇതുവരെ ബാപ്പ വരെ മക്ക കണ്ടിട്ടില്ലല്ലോ, 50-58 വയസ്സായി, 40 അല്ലെങ്കിൽ 65 വയസ്സായി,
ആ ഒരു സംഭവം അവരൊന്നിച്ച് തീരുമാനിക്കുക. ഞങ്ങൾ മക്കളെല്ലാവരും കൂടെ ഇപ്പോൾ ഒരാൾക്ക് ഉംറയ്ക്ക് പറഞ്ഞാൽ ആകെ 85,000 റുപ്യ മതി, അല്ലെങ്കിൽ 82,000 80,000 റുപ്യ മതി. എന്നിട്ട് മക്കൾ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കൾ 20,000 റുപ്യ വെച്ച് എടുക്കുക. പെൺകുട്ടികൾ എന്ത് ചെയ്യുക, ഭർത്താവിനോട് നിങ്ങൾ തരുമോ എന്ന് ചോദിക്കുക. ആ രീതിയിൽ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇതുവരെ മക്കയും മദീനയും കാണാത്തവരുണ്ടെങ്കിൽ അവരങ്ങോട്ട് പറഞ്ഞേക്കും. ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് തീരുമാനം വരട്ടെ. നാട്ടിൽ കുടുംബസംഗമം, ഈ സ്ഥലത്തിൻ്റെ പേരെന്താ, പൂയിക്കൽ കൺവെൻഷൻ സെന്ററിൽ പെരുങ്കുളം കാടാമ്പുഴ നടന്നിട്ട് അതിനൊരു ഫലം വേണ്ടേ? ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ചില തീരുമാനങ്ങൾ വേണം. അതേപോലെ അവരുടെ കുറച്ച് സാധനങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കേട്ടോ, എൻ്റെ പ്രിയപ്പെട്ട ആണുങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഒരു വാക്ക് എന്താണെന്നറിയോ, നിങ്ങൾ ഇപ്പോൾ നിലവിൽ വരുമാനം സ്വന്തമായിട്ടില്ലാത്ത എന്നാൽ പുറത്തേക്ക് ഇറങ്ങി പോകാറുള്ള നിങ്ങളുടെ ഉപ്പമാരുണ്ടാവും. നിങ്ങൾ ദയവായി അവർക്ക് പോക്കറ്റ് മണി കൊടുക്കണം. പോക്കറ്റ് മണി എന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബാപ്പാക്ക് പൈസ കൊടുക്കാൻ പാടില്ല. പറഞ്ഞു തെറ്റിയോ? നിങ്ങളെ വരുമാനമൊക്കെ നിങ്ങളെ ബാപ്പാൻ്റെ തന്നെ അല്ലേ? അപ്പൊ നിങ്ങളെ ബാപ്പെടുത്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടേ? ശരിക്ക് ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായോ? നിങ്ങളെ വാപ്പാക്ക് കൊടുക്കുന്ന ആളായി മാറാൻ പാടില്ല. നിങ്ങൾ ഉമ്മ ഗൾഫിൽ നിന്ന് മകൻ ശരിക്ക് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ഗൾഫിൽ തന്നെ പെട്ടി ഉണ്ടാവില്ലേ, ആ പെട്ടി ഇങ്ങനെ പൊളിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് വാപ്പാന്ന് പറയരുത്, ഓരങ്ങോട്ട് വിളിക്കും, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ എടുത്തോളീന്ന് പറയണം. അതാണ് ശരിക്കും യഥാർത്ഥ സ്നേഹം. പക്ഷെ അവിടെ ഒരു മാന്യത കാണിക്കണം. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണം. ചില ഉമ്മാർക്ക് സ്വഭാവമുണ്ട്, എത്ര ഉണ്ടെങ്കിലും ശരി കെട്ടിച്ചു വിട്ട പെൺകുട്ടികളില്ല, അവർക്ക് ഇങ്ങനെ കൊടുത്തേക്കും. അവിടെ ഇതിനേക്കാളും വലുതുണ്ടാവും, അതൊന്നും നോക്കൂല. അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ വേറെ രസമുണ്ട്, പിന്നെ അത് ജമാൽ പട്ടിക്കാടിനുള്ള ഒരു കിറ്റ് ഉണ്ടാവും. ജമാൽ പട്ടിക്കാടറിന് ഒരാളുണ്ടാവില്ല, അത് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് വാപ്പാർക്കും അറിയാം, വിട്ടാളി ആ കളി നടക്കൂല ഇനി. ജമാൽ പട്ടിക്കാട് അല്ലെങ്കിൽ ജബ്ബാർ, എന്താണ് ജബ്ബാർ മഞ്ചേരി എന്നൊക്കെ അവിടെ ആടി. ആ ജബ്ബാർ എൻ്റെ സുഹൃത്ത് ജബ്ബാറിനുള്ളതാണ് അറിയും. ഇത് എടുക്കാൻ മാറ്റി കള്ളി പൊളിക്കണ്ടെന്ന് തോന്നുന്നല്ലേ? ഏതായാലും ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ നിർത്താൻ സമയമായിട്ടുണ്ട്, 5 മിനിറ്റോട് നിർത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മാതാപിതാക്കൾക്ക് കൊടുക്കാനുള്ള നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് എന്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പുറത്തിറങ്ങി പോകണം. നമ്മളെ വാപ്പാരുണ്ടാവില്ലേ, ഓർക്ക് ഇപ്പോൾ ഒരായ കാലത്ത് അധ്വാനിച്ചവരാണ്. നിങ്ങൾ അവരെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ഇപ്പം പല ചെക്കന്മാരും ജോലിക്ക് പോകുന്നില്ല. എന്താ കാരണം? ഓന് ക്ഷീണം അത്ര ജോലിക്ക് പോയിട്ട്. ആ ചങ്ങായിൻ്റെ ബാപ്പ ക്ഷീണവും രോഗവും ഒന്നും നോക്കാതെ വെയിലും മഴയും കൊണ്ട് അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ആ ചങ്ങാതി ഇപ്പം എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നിട്ട് ഓന് ക്ഷീണം മാത്രമേ ജോലിക്ക് പോകാൻ. സ്റ്റാറ്റസും ഒക്കെ ഓരോരുത്തർ എന്നാ മര്യാദക്ക് പഠിക്കുവോ? അതുമില്ല. പഠിച്ചിട്ടൊരു സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ ആ ജോലിക്ക് പറഞ്ഞേക്കായിരുന്നു, അതിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ല. ഇവന് ക്ഷീണമാണെന്ന് പറഞ്ഞാൽ 2 ദിവസം ജോലിക്ക് പോയിട്ട് അതിൻ്റെ പൈസ കൊണ്ട് റീചാർജ് ചെയ്തിട്ട് ഇതിങ്ങനെ തോണ്ടിയിരിക്കുക. എപ്പോഴും ഉറങ്ങുന്നതെന്ന് അറിയോ? 3 മണിക്ക്. വൈകുന്നേരമല്ല, രാത്രി പുലർച്ചെ 3 മണിക്കൊക്കെ പറഞ്ഞു. സുബഹിയുണ്ടോ? സുബഹില്ല. എന്തിനാ ചങ്ങനെ പറ്റുക? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ചുരുക്കാണ് ഞാൻ പറഞ്ഞ വിഷയം. അതാണ്, ഇപ്പോൾ നിലവിൽ ജോലി ഇല്ലാത്ത ഉപ്പമാരുണ്ടെങ്കിൽ ആ ഉപ്പമാരുള്ള മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പൈസ കൊടുക്കണം. അതെന്താണെന്ന് പറയുക, അവർക്കൊരു അഭിമാനം ഉണ്ടാവില്ലേ? മക്കളോട് നിങ്ങൾ പറ, ഒരു ബാപ്പ മകനോട് പൈസ ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടുണ്ടോ? അതേസമയം ബാപ്പാര് ഇത് ഓവറായിട്ട് വെറുതെ ചെലവഴിക്കാൻ പാടില്ല. അതേസമയം ആവശ്യത്തെ അവർക്ക് കണ്ടറിഞ്ഞ് ബാപ്പ ആവശ്യം ഉണ്ടാകുമ്പോൾ ചോദിക്കട്ടെ എന്ന് വിചാരിക്കരുത്. മക്കളെ ബാപ്പയാണത്, ബാപ്പയോട് ഒരിക്കലും നിലപാടെടുക്കാൻ പാടില്ല. അത് നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, ആ ബാപ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറില്ലേ, അത് വീട്ടിൽ നിന്ന് മയ്യത്തായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മയ്യത്തായിട്ട് ഇറങ്ങി പോകുമ്പോഴേ അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ബാപ്പ എന്നുള്ള ക്യാരക്ടർ. കാരണം നിങ്ങളൊന്ന് ഞെളിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബാപ്പ കൊണ്ട വെയിലാണത്. നിങ്ങളൊന്ന് നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബാപ്പ ചെയ്ത ത്യാഗമാണ്. നിങ്ങൾ ബാപ്പാനോട് വെറുപ്പ് തോന്നാൻ പാടില്ല. ആ ബാപ്പാനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് എന്താന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാതാപിതാക്കളെ പൊരുത്തുള്ളവരെ കൂടുതൽ അള്ളാഹു നമ്മളാക്കട്ടെ. അപ്പോൾ ഞാൻ ചുരുക്കി അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരിക്കൽ ഒരു മോനോട് ബാപ്പാൻ്റെ പ്രായമുള്ള ബാപ്പയാണ്, സ്വന്തമായിട്ട് ഇപ്പോൾ ജോലിയൊന്നുമില്ല, വരുമാനമൊന്നുമില്ല. അപ്പോൾ ആ മോനോട് ചോദിച്ചു, അവിടെ എനിക്കൊരു 100 റുപ്യ തരുവാന്ന് ചോദിച്ചു. ഈ മോന് പ്രാഗിക്കൊണ്ടാണ് പൈസ കൊടുത്തത്. എന്ന് ഈ തന്തക്ക് പൈസ തന്നെയാണ് എന്നും പറഞ്ഞിട്ടാണ് 100 റുപ്യ എടുത്ത് കൊടുത്തത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ബാപ്പ അങ്ങടി പോയപ്പോൾ ആരും ഉണ്ട് കൂടെ? ഈ മോനുണ്ട് കൂടെ, അതായത് പേരക്കുട്ടി. ഈ പേരക്കുട്ടിയിട്ട് ബാപ്പ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പേരക്കുട്ടിൻ്റെ കയ്യിൽ കുറേ മിഠായി ഉണ്ട്. അപ്പോൾ ഇത് ആരാ വാങ്ങിത്തന്നത്? അത് നിങ്ങളെപ്പച്ചി വാങ്ങിത്തന്നാണ്. നിങ്ങളെപ്പച്ചി ആ പൈസ ചോദിച്ചത് എനിക്ക് മിഠായി വാങ്ങിത്തരാനായിരുന്നു. ഇത് കേട്ടപ്പോൾ മോന് വല്ലാത്ത സങ്കടമായിപ്പോയി. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ ബാപ്പ അങ്ങാടിക്ക് പോകുമ്പോൾ ചങ്ങായിമാർ ചിലപ്പം പൊറോട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടാവും. ഒരു പൊറോട്ടൊക്കെ അടിക്കട്ടെ ഇടയ്ക്ക് പോയിട്ട്. അപ്പോൾ എന്നും ഓരോ പൊറോട്ട തിന്നിങ്ങനെ പോരാണ്. ഈ ബാപ്പക്ക് ഒരു പൂതി ഉണ്ടാവില്ലേ 2 പൊറോട്ട അങ്ങോട്ട് വാങ്ങിക്കൊടുക്കാൻ. അതൊക്കെ കണ്ടറിയണം നമ്മൾ. നമ്മുടെ ബാപ്പാൻ്റെ ഒരു നല്ല മക്കളുടെ ലക്ഷണം ഞാനീ പറയുന്നത്. നമ്മളെ ബാപ്പാൻ്റെ നമ്മളെ ഉമ്മാൻ്റെ ആവശ്യങ്ങൾ അവരിങ്ങോട്ട് പറയാതെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ്
അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു, അമ്മായിമ്മമാർ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ട പണി ഇതാണ്. നിങ്ങളെ മക്കള് ആൺകുട്ടികൾ, നിങ്ങളെ ആൺകുട്ടികളെ ഭാര്യമാരെയും കൊണ്ട് യാത്ര പോകുന്നില്ലെങ്കിൽ ഓനെ വിളിച്ചിട്ട് ബാ എന്താന്ന് മൂന്നാർക്കൊന്നും പോകാത്തത്, അതൊക്കെ ചോദിക്കണം. എന്നിട്ട് പറയാൻ അടുത്ത് പൈസ ഇല്ല, എന്താ പറയുക 5000 രൂപ തൽക്കാലം ഞാൻ തരാം, മൂന്നാർ യാത്രാ ഫണ്ടിലേക്ക്. എന്നിട്ട് വേണേൽ ഒരു ചെറിയൊരു പോസ്റ്റർ ഉണ്ടാകും, മൂന്നാർ യാത്രാ ഫണ്ടിലേക്ക് 5000 രൂപ തന്ന ഉമ്മാക്ക് കുടുംബ കമ്മിറ്റിയുടെ വക അഭിനന്ദനങ്ങൾ, ഭാവിയിലും ഇത് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ളൊരു അങ്ങോട്ടും കൊണ്ടും കൊടുത്തുള്ള നല്ലൊരു ബന്ധമായിട്ട് നമ്മുടെ ബന്ധം മാറട്ടെ എന്ന് ആശംസിക്കൊണ്ട് ചുരുക്കാണ്. അപ്പോൾ മരിച്ചു പോയതിന് ശേഷം ഇപ്പം ഈ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇല്ലേ, തൊട്ടൊക്കെയാണ് ഇവിടെ ഇരിക്കണില്ലേ. ഇത് നിന്നാലും അതിൻ്റെ പേര് മയ്യത്ത് എന്നാണ്. അത് നിന്നാൽ അതിൻ്റെ പേര് മയ്യത്താ. പേര് ജമീലാത്ത ജബ്ബാറാജി ഒന്നും പറയൂല. അല്ല ഞാൻ മരിച്ചാൽ നമ്മളെ സൈക്കോളജിസ്റ്റിനെ എപ്പോഴാണ് കൊണ്ടുപോകുന്നു ചോദിക്കൂല. എന്താ ചോദിക്കുക, മയ്യത്തെപ്പോഴാണ് എടുക്കാന്ന് ചോദിക്കുക. ഒറ്റ പേരാ. നിങ്ങൾ എത്ര വലിയ സുരക്ഷിതത്വം, നിങ്ങൾ എത്ര വലിയ സമ്പത്ത്, നിങ്ങൾ എത്ര വലിയ കോട്ടമതിൽ ഉണ്ടാക്കിയിട്ട്, എത്ര CCTV, എത്ര കപ്പാസിറ്റി ഉള്ളത്, എത്ര HD ഏത് ഭാഗത്ത് വെച്ചിട്ടും കാര്യമില്ല. ഒരൊറ്റ CCTVയിലും പെടാതെ അസ്രായേൽ വന്നിട്ട് റൂഹ് പിടിച്ചു കൊണ്ടുപോകും, കാണാൻ കഴിയില്ല. നിങ്ങൾ പിന്നെ CCTV അസ്രായേൽ ഏത് വഴി വന്ന് നോക്കി കാണൂല. അത് ടൈമായി കഴിഞ്ഞാൽ അത് അസ്രായേൽ വരും കൊണ്ടുപോകും അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പം അതുകൊണ്ട് മരിച്ചു പോകുന്ന തടിയാണിതെല്ലാം. അവസാനത്തെ പോയിന്റ് ഇതാണ്. ഞാൻ ലാസ്റ്റ് ഒരു പോയിന്റ് പറയാൻ, ആ പോയിന്റാണ് ഇത്, ഫൈനൽ പോയിന്റാണ് ഈ പറയുന്നത്. എന്താ പറഞ്ഞതെന്നറിയോ, ഈ സമ്പത്തിൻ്റെ പേരിൽ, സ്ഥാനത്തിൻ്റെ പേരിൽ, തറവാട് മഹിമയുടെ പേരിൽ ആരും അഹങ്കരിക്കണ്ട. ഇതൊക്കെ കബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തീരാനുള്ളതാണ് ഈ ലൈഫൊക്കെ. ഒരു കല്യാണം ഉണ്ടാവുമ്പോൾ എന്നോട് പറഞ്ഞില്ല, അത് മറന്നതായിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. ഇന്ന് അവിടെ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്നോട് ലാസ്റ്റാ പറഞ്ഞില്ലേ, ഈ ലാസ്റ്റാണ് പറഞ്ഞതെന്നൊക്കെ ചിന്ത വരാൻ കാരണം എന്താണെന്നറിയോ, ഞാൻ എന്തോ ഒരു സംഭവമാണെന്നുള്ള ചിന്ത കൊണ്ടാണ്. ഈ ഞാൻ എന്നുള്ള ചിന്ത വന്നാൽ തന്നെ വലം യജിദിന റീഹഹ എന്നാണ്, സ്വർഗത്തിന്റെ സുഗന്ധം പോലും കിട്ടില്ല എന്നാ. പിന്നെ എവിടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ അഹങ്കരിക്കുന്ന ഒന്നെങ്കിൽ സമ്പത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ജോലിയുടെ പേരിൽ, ബിസിനസിന്റെ പേരിൽ, ആരോഗ്യം, ഇതിന്റെ ഒക്കെ പേരിൽ, ഇതിലേതെങ്കിലും ഒരു കാര്യം തൊട്ടടുത്ത സെക്കൻഡിൽ ഉണ്ടാവും ഉറപ്പുണ്ടോ? പറ, ഉണ്ടോ? പിന്നെ എങ്ങനെ ഇവിടുന്ന് അഹങ്കരിക്കുന്നത് എങ്ങനെ? അസ്രായേൽ ഇന്ന് വന്നാൽ, ഇപ്പം വന്നാൽ, ഈ സെക്കൻഡിൽ യാത്ര പോകേണ്ട നമ്മൾ എങ്ങനെയാണ് അമ്മായിമാരോട് തെറ്റി നിൽക്കുന്നത്? മരുമക്കൾ ചിന്തിക്കണം. അമ്മായിമ്മ എങ്ങനെയാണ് മരുമോട് തെറ്റിക്കുന്നത്? നാത്തൂൻ എങ്ങനെയാണ് ഇങ്ങോട്ട് തെറ്റിക്കുന്നത്? ആ ഒരു വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണത്. നമുക്കൊന്ന് ഒരാൾ തെറ്റ് ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ പൊരുത്തപ്പെടാൻ കഴിയണം നമുക്ക്. അതാണ് ഖുർആൻ വൽ കാദിബീന ഗൈദ വൽ ആഫീന അനിൻ നാസ് എന്നൊക്കെ പറഞ്ഞത്. ഈ ഒറ്റ വാക്കൂടെ പറയട്ടെ ഞാൻ. അതെന്താ, ഈ പെങ്ങന്മാർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, അതിൻ്റെ ഭാഗമാണ്. പെങ്ങന്മാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. ഭർത്താവിൻ്റെ പെങ്ങന്മാരില്ലേ, അവർ നന്നായി ശ്രദ്ധിക്കണം. ഈ ഭർത്താവിൻ്റെ പെങ്ങന്മാർ ഇടയ്ക്ക് 2 ആഴ്ച നിൽക്കാനൊരു വരവ് കൊണ്ട് വരും. ഈ കരിമ്പിൻ തോട്ടത്തിലേക്ക് ആന വരുമ്പോൾ അത് വരിക. അതുവരെ കരിമ്പ് തോട്ടത്തിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല, നല്ല രീതിയിൽ അമ്മായിമ്മയും മരുമകൾ എല്ലാവരും നല്ല ഇളച്ചി മുത്തച്ചിക്ക് നല്ല അഡ്ജസ്റ്റ് ഉഷാറായിട്ട് പോയതാ. ഈ പെങ്ങളും ഇങ്ങോട്ട് വന്നിട്ട് ആകെ ചവിട്ടി എല്ലാം കൂടെ ആക്കിയിട്ട് ഒരു വൈക്കാവും. എന്നോടൊരു കാര്യമായി വയലൊക്കെ പറയാൻ പോകുന്നൊരു പണ്ഡിതൻ എന്നോട് പറഞ്ഞു, പ്രസംഗിക്കാനൊക്കെ പോകുന്നൊരു ഉസ്താദ് എന്നോട് പറഞ്ഞു. ആ ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറയാത്ര, എന്താ പറഞ്ഞതെന്നറിയോ, ഉസ്താദേ എൻ്റെ പെങ്ങൾ നാളെ വരുന്നുണ്ട്, നിങ്ങൾ ദ്വാരക്കണം ഉസ്താദേ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാന്ന് വെച്ച്, പെങ്ങൾ വരുന്നത് എന്താ ദ്വാരക്കണേ, അതൊക്കെ നല്ല കാര്യമല്ലേ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓളെക്കുറിച്ച് അറിയാത്തോണ്ട ഉസ്താദേ, അത്രയും അടങ്ങാറ ഉസ്താദ്, എൻ്റെ പെങ്ങൾ നാളെ വരുന്നുണ്ട്, എൻ്റെ കൈയും കാലൊക്കെ കൊയ്യണ്ട ഉസ്താദേ, നിങ്ങൾ ദ്വാരക. അക്ഷരാർത്ഥത്തിൽ കമാശല്ല, ഒറിജിനൽ ഉണ്ടായ സംഭവം. എന്താ സംഭവം എന്നറിയോ, കഴിഞ്ഞ തവണ മദ്രസ സ്കൂളും രണ്ടും ഇല്ലാത്തൊരു സമയത്ത് എൻ്റെ പെങ്ങള് 10 ദിവസം വന്ന് നിന്നതാണ്. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യ തമ്മിൽ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. എൻ്റെ പെങ്ങള് 10 ദിവസം നിന്ന് വന്നതിന് ശേഷം 2 കൊമ്പത്ത് ഇത്. എന്നിട്ട് അത് ശരിയാക്കാൻ 3 മാസം എടുത്തു. ആ പെങ്ങള് നാളെ വരുന്നുണ്ട് ഉസ്താദേ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അപ്പോൾ ഗൗരവം തന്നെയാണിത്. അപ്പോൾ ഞാൻ നിർത്തിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഇത് പ്രത്യേക പെങ്ങന്മാർ ശ്രദ്ധിക്കുക. പെങ്ങന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നിങ്ങളെ വീടുണ്ടല്ലോ, നിങ്ങളെ വീടാണ് ഭർത്താവിൻ്റെ വീടാ, എന്നാലും ആ വീടുണ്ടല്ലോ, നിങ്ങൾ താമസിച്ചിരുന്ന വീട്, അവിടേക്ക് വരുന്ന ശ്രദ്ധിക്കുക. നിങ്ങൾ ആങ്ങളാർക്ക് ചിലപ്പോൾ ഭാര്യമാരുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ സ്വഭാവം, അവരുടെ ശീലം, അവരുടെ കൾച്ചർ, നിങ്ങളുമ്മായിട്ട് ഒരു സെറ്റപ്പിൽ പോകുന്നുണ്ടാവും. അവിടെ പോയിട്ട് ഉമ്മ ഇതെന്താ ഇങ്ങനെ, അവിടെ എന്താ ഇങ്ങനെ, ഇവിടെ പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ, 4 ഡയലോഗ് അടിച്ചാൽ മതി, ഉമ്മാൻ്റെ മനസ്സാകെ മാറും. അല്ലെങ്കിൽ തന്നെ ഈ കെട്ടിച്ച് വിട്ട പെൺകുട്ടികളോട് ഉമ്മാക്കൊരു പ്രത്യേക സോഫ്റ്റ് കോർണറാ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഫോൺ പരിശോധിച്ച് നോക്ക്. ഈ ഫോണിൽ കെട്ടിച്ച് വിട്ട പെൺകുട്ടികളോട് എത്ര മണിക്കൂർ എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടോ അല്ലേ? ഉണ്ട്. അത് കുറച്ച് കുറക്കും വേണം. ഈ പെൺകുട്ടികളുടെ അടുത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, മാതാപിതാക്കൾ ഒരു പെൺകുട്ടിനെ കെട്ടിച്ച് വിടുന്ന സമയത്ത് പറയേണ്ട കാര്യം എന്താണെന്നറിയോ, മോളെ എൻ്റെ കുട്ടിനെ കെട്ടിച്ച് വിടാം, അൽത്താഫായിട്ടാണ് മോളെ കല്യാണം, മോൾക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ, അൽഹംദുലില്ലാ, മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ എൻ്റെ കുട്ടി ഇങ്ങോട്ട് വിളിച്ചു പറയാൻ പാടില്ല. അതേസമയം ഗുരുതരമായ പ്രശ്നം ഉണ്ടായാൽ പറയണം. അതിനുണ്ട് ഞങ്ങൾക്ക് അവിടെ ഉള്ളത്.
മോൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളോട് പറയണം. അല്ലാതെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അമ്മായിയും അത് പറഞ്ഞു, മറ്റോലും ഇങ്ങോട്ട് നോക്കി, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് നോക്കിയില്ല, അതൊന്നും എൻ്റെ കുട്ടി ഇങ്ങോട്ട് പറയരുത്. തെറ്റിയിട്ട് എൻ്റെ കുട്ടി ഇങ്ങോട്ട് വരരുത്. അല്ലാതെ എപ്പോൾ വേണമെങ്കിലും വരാം. ഇത് സ്റ്റേണായിട്ട് പറയണം. ഇതിന് പകരം മോള് അവിടെ, അമ്മ ഇന്നിവിടെ എൻ്റെ അമ്മായിമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നോട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് ആകെ സങ്കടമുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ ആകെ അവിടെ ടെൻഷൻ കമ്മിറ്റീൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആണല്ലോ. എന്നിട്ട് ആ തള്ള അങ്ങനെ പറഞ്ഞോ, ആ തള്ളയെ നമുക്കൊരു ലെസൺ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, ആ തള്ള പറയുമ്പോൾ നീ അനുസരിക്കണ്ട. അതാണ് ആകെ കുടുംബകലക്ക് ഈ പെണ്ണ്, ഈ ഉമ്മ അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ചുരുക്കുകയാണ്, സമയത്തിൻ്റെ ദൗർലഭ്യമുണ്ട്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നിങ്ങൾ നല്ല ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നല്ല മനുഷ്യന്മാരാണ്. നിങ്ങൾ സകൂലം ശ്രദ്ധിച്ച് ആരും സംസാരിച്ചില്ല, നല്ല അച്ചടക്കത്തിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സമയത്തിൻ്റെ പരിമിതി ഞാൻ മനസ്സിലാക്കണം. കുറച്ച് ലേറ്റായിട്ടാണ് നിങ്ങൾ തുടങ്ങിയത് തന്നെ, എന്നാൽ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷമുണ്ട്. അള്ളാഹ് നമ്മുടെ കുടുംബത്തിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഇതാരാണോ സംഘടിപ്പിച്ചത് അവർക്ക് അള്ളാഹു തആല വലിയ വിജയം നൽകട്ടെ. കാരണം ഒരുപാട് അധ്വാനത്തിൻ്റെ ബാക്കിലുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ ഇജ്ജ് ഏതാടാൻ ചോദിക്കുന്നത് ചെറുപ്പക്കാരൊക്കെ ആയിരിക്കും അതിന് ഓടിപ്പാഞ്ഞിട്ടുണ്ടാവുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങാടിയിൽ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ചെക്കന്മാരൊന്നും തള്ളിപ്പറയരുത്. ഒരാവശ്യം ഉണ്ടാകുമ്പോൾ അവരെ ഓടിയെത്തുള്ളൂ. ഇപ്പോൾ ഈ വയനാട്ടിൽ ഉരുൾ പൊട്ടിയപ്പോഴും, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും, പുത്തുമലയിൽ പൊട്ടിയപ്പോഴും, കവളപ്പാറയിൽ പൊട്ടിയപ്പോൾ അവിടെയൊക്കെ ആദ്യം എത്തിയതാരെന്ന് പറയുമെങ്കിൽ അങ്ങാടിയിൽ കച്ചറ കമ്പനി നമ്മൾ പറയുന്ന ടീമില്ലേ, ആ ടീം കിട്ടിയ വണ്ടി എടുത്തിട്ട് ആദ്യം അവിടെ എത്തി. സംവിധാനങ്ങൾ പോലും പിന്നെ വന്നത്. അപ്പോൾ അവരൊന്നും തള്ളി പറയണ്ട. അവർ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് തലേക്ക് എത്തിക്കുക. വല്ല കള്ളുകൂടിയോ അങ്ങനത്തെ ശീലമുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ മാറ്റുക. നിങ്ങളൊക്കെ ഏതാണെന്ന് ചോദിക്കരുത്. ഒരു നാട്ടിൽ ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാരാ, ആ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ചങ്ങായിൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോകാം. ഭയങ്കര മനസ്സലിവുണ്ടാവും അവർക്ക്. ചിലപ്പോൾ അതുകൊണ്ട് അവർ രക്ഷപ്പെടും ചെയ്യും. അല്ലാഹു തആല അവർ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും എനിക്ക് വളരെ സന്തോഷമായി. ഇത് സംഘടിപ്പിച്ച ആളുകൾക്ക് അഭിമാനിക്കാം. കാരണം കുടുംബബന്ധത്തെ കുറിച്ചുള്ള ക്ലാസ് ഇത്രയും ആളുകൾ, കുറച്ചൊക്കെ ചൂടൊക്കെ ഉണ്ട്, എന്നാൽ പോലും നല്ല രീതിയിൽ അവർ കേട്ട് സാഗൂരം ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവും. ബാപ്പാനും ഉമ്മാനും ഉമ്രക്കൊക്കെ പറഞ്ഞേക്കും, പിന്നെ മരോളെ കൊണ്ട് യാത്ര പോകാനുള്ള ഫണ്ടൊക്കെ അമ്മായിമാൻ്റെ 5000 ഉണ്ടാവും. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ്. ഭാര്യയ്ക്ക് സമയം കൊടുക്കും, മക്കൾക്ക് സമയം കൊടുക്കും, മാതാപിതാക്കളെ ഇതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ മക്കളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറഞ്ഞു, ചാടിപ്പോക്ക് പ്രണയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഉള്ള സമയത്തിനുള്ളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പറയാവുന്നതിൻ്റെ സമയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പലതവണ മദീനത്ത് അതുപോലെ മക്കത്തൊക്കെ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെ മരണപ്പെട്ടു പോയ എൻ്റെ ഉമ്മ ഉപ്പ അടക്കമുള്ള നിങ്ങളുടെ കുടുംബത്തൊക്കെ മരണപ്പെട്ടു എല്ലാവരുടെ ഖബർ അള്ളാഹ് സന്തോഷമാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും തണലുകളാണ് ഉമ്മമാരും ബാപ്പമാരും. അള്ളാഹു ആഫിയത്തും വിശുദ്ധമുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. എനിക്ക് വലിയ സന്തോഷം ഉണ്ടായത് ഈ പണ്ഡിതന്മാർ ഇവിടെ ഇരിക്കുന്നതാണ്. നമ്മൾ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ഈ കുടുംബത്തിൽ നല്ല നല്ല പണ്ഡിതന്മാരുണ്ട്. ഏതൊരു സംഭവം വഴി തെറ്റാൻ അറിവില്ലാത്ത കുറച്ച് ആൾക്കാർ മാത്രമായി കഴിഞ്ഞാൽ വഴി തെറ്റും. ഇവിടെ മുമ്പിൽ തന്നെ പണ്ഡിതന്മാരുള്ളതുകൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടണം. അപ്പോൾ അവർ നമ്മൾ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ പണ്ഡിതന്മാർ നമുക്ക് തിരുത്തി തരും. അങ്ങനെ ഒരു ഐക്യത്തിൽ ഇത് പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ കുടുംബത്തിൽ ഒരുപാട് ഖൈറും സന്തോഷം ഉണ്ടാവും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പറഞ്ഞുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.